Start the next session. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1567 ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്രിസ്മസ് ക്രിസ്മസ് രാത്രി ഏതാണ്ട് ആഗതമായ സമയമാണ്. അപ്പോൾ ഒരു താരത്തെയാണ് IFPHന് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ആ താരം മറ്റാരുമല്ല, ഡോക്ടർ TG മനോജ് കുമാറാണ്. ഇന്നത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി തന്നെയാണ്. പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. ചെറിയ കാര്യം വലിയ കാര്യമാണ്. IFPH ഒരു അനുശോചനം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ VT അഗസ്റ്റിൻ, അദ്ദേഹത്തെ കുറിച്ച് ശ്രീധർ സാർ സംസാരിക്കുന്നതാണ്. സാറേ കേൾക്കാം സാർ, കേൾക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഡയറക്ടറും അതുപോലെ തന്നെ അഡ്വൈസറും പെർമനന്റ് അഡ്വൈസറുമായ ഒരു മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ VT അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം DMS കൽക്കട്ടയിൽ ആദ്യ ബാച്ചുകളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1974 ആദ്യം CCRHന്റെ കോട്ടയം യൂണിറ്റ് തുടങ്ങിയപ്പം ആദ്യത്തെ ഇൻചാർജ് അദ്ദേഹമായിരുന്നു. ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് ഡൽഹിയിലോട്ട് പ്രൊമോഷൻ കിട്ടി. അവിടുന്ന് അത് ചാർജ് എടുത്തതിന് ശേഷം അത് സ്ഥിരം ഡയറക്ടറാകുകയും അതിനുശേഷം CCRHന്റെ കൂടെ ചാർജ് കൂടുതൽ എടുക്കുകയും ചെയ്തു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ CCHനും അതുപോലെ തന്നെ CCRHനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ ഈ പേ സ്കെയിലിൽ CCH മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ പേ സ്കെയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് വെളുപ്പിനെ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി അർപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. വളരെ ഒരു വിദഗ്ധനായ, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയറക്ടറും അതുപോലെ തന്നെ ഒരു അഡ്വൈസറും ആയിരുന്നു ഡോക്ടർ VT അഗസ്റ്റിൻ എന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വളരെയധികം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാനും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വൺ ആൻഡ് ഓൾ. ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷത്തെ ഒരു മൗന പ്രാർത്ഥന. നന്ദി. കിരൺചന്ദ് നമ്മുടെ ഡോക്ടർ മനോജ് കുമാറിനെ കോഹോസ്റ്റ് ആക്കണേ. ഡോക്ടറെ തുടങ്ങിക്കോളൂ. പ്രിയപ്പെട്ടവരെ, കേൾക്കാമല്ലോ സർ? കേൾക്കാം. തൊട്ട് മുമ്പ് ക്ലാസ് അവതരിപ്പിച്ച ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റിൽ തുടങ്ങി നമുക്ക് തുടങ്ങാം. നമുക്ക് മൊബൈൽ അഡിക്ഷനെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ. മൊബൈൽ അഡിക്ഷന് നമ്മൾ പെട്ടെന്ന് അറിയാത്ത ഒരു പുതിയ മെഡിസിൻ, ബാഡ് എഫക്ട്സ് ഓഫ് മൊബൈൽ യൂസേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ 30 എന്ന് പറഞ്ഞൊരു മെഡിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ സെന്റ് ജോർജിൽ പല അത്ഭുത മരുന്നുകളും ഇപ്പൊ പാരസ്റ്റമോൾ 30 അവൈലബിൾ എന്ന് പറയുന്ന രീതിയില് മൊബൈൽ ഫോൺ 30 എന്ന് പറഞ്ഞ ഉണ്ട്. അപ്പൊ ഞാനത് മേടിച്ചിട്ടുണ്ട്. അല്ലങ്ങനല്ല, ചില കണ്ടീഷനകത്ത് ഈ ബാഡ് എഫക്ട്സ് ഓഫ് മൊബൈൽ അഡിക്ഷൻ, സെക്സസ് യൂസേജിനകത്ത് വരുമ്പോൾ നമുക്ക് ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില മരുന്നുകളെ കുറിച്ച്, കാരണം മൊബൈൽ അഡിക്ഷൻ ഉണ്ടെന്നും ഇല്ല എന്നും പിന്നെ നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ചെയ്യണം. ഉണ്ടെന്ന് പറയും, അതിന്റെ റേഡിയേഷൻ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തലച്ചോറിനെ ബാധിക്കില്ല എന്ന് പറയും. അങ്ങനെയുള്ള പിന്നെ തളങ്ങും വിളങ്ങുമുള്ള വാദപ്രതിവാദങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും സെൻസിറ്റീവായ പേഷ്യൻസിനെ സംബന്ധിച്ചോളം മൊബൈൽ ഫോൺ ഒരു പ്രശ്നം തന്നെയാണ്. അവരുടെ പിന്നെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റികളെ ഒക്കെ അത് തകർക്കാനുള്ള ഒരു കാരണമാകാറുണ്ട്. ഇപ്പൊ ഫോൺ തലയിൽ വെച്ചിട്ട്, തലയ്ക്ക് കീഴിൽ വെച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫോൺ തലയ്ക്ക് കീഴിൽ വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത ആൾക്കാരും ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട്
പിന്നെ അത് ഓരോരുത്തരുടെ ഓരോ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. കാരണം മൈൻഡ് നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇഫ് യു ആർ മെന്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഹയർ പൊട്ടൻസീസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഫോണ് സെൻസിറ്റീവായ ആൾക്കാരിൽ പിന്നെ അബ്നോർമൽ ഡ്രീംസ് ഉണ്ടാകാനും ഒക്കെ ഈ ഫോണിന്റെ സാന്നിധ്യം പ്രശ്നമാകാറുണ്ട്. ഇപ്പം വി ക്യാൻ തിങ്ക് അബൌട്ട് ഈ മൊബൈൽ ഫോൺ 30 എന്ന് പറഞ്ഞ മെഡിസിന് വേണമെങ്കിൽ ഒന്ന് പരീക്ഷണാർത്ഥം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ വിഷയം പിന്നെ അതല്ല. ഇതേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐ സ്ട്രെയിൻ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാവുന്ന ഐ സ്ട്രെയിൻ. അപ്പോ അങ്ങനെ ഒഫ്താൽമിയ വിത്തൗട്ട് നമ്മൾ പറഞ്ഞ ഐ പെയിൻ ഉണ്ട്, ഫോട്ടോഫോബിയ വിത്തൗട്ട് ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആഫ്റ്റർ നൈറ്റ് സ്റ്റഡി ഓഫ് ദ ചിൽഡ്രൻ മൊബൈൽ ഓവർ യൂസേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ നിങ്ങൾ പിന്നെ പെട്ടെന്ന് കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അലൻ സ്കിനോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ കോണിയമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കൊണിയം പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൊണിയം ഐ സ്ട്രെയിനൊക്കെ ഓർക്കും, പക്ഷെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ മറന്നുപോവുകയും ചെയ്യും. അലൻ സ്കിനോട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലെയാണ്, ഒരു ബൈബിൾ പോലെയാണ്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരുന്നപ്പോൾ ഓർത്തിരുന്ന ഒരു കാര്യമായിരിക്കും ഒഫ്താൽമിയ, കുട്ടികൾക്ക് പിന്നെ ഫോട്ടോഫോബിയ ഫ്രം ഓവർ യൂസേജ് ഓഫ് പിന്നെ നമ്മൾ ലേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കണ്ടീഷൻ. അപ്പൊ മൊബൈൽ യൂസേജിന് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ അത് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു അർത്ഥത്തിലായിരിക്കാം എഴുതിയത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മൾ വായിക്കുന്ന അന്ന് ഇതുണ്ടായിരുന്ന സമയത്ത് മൊബൈൽ ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇന്നിപ്പോ നമ്മൾ മൊബൈൽ ഫോണിനെ നമുക്ക് അത്ര വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് മൊബൈൽ ഫോൺ ഉള്ള ഒരു കണ്ടീഷനകത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇപ്പൊ കൊണിയം മാക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ കണ്ണിന് പഴുപ്പില്ല, ഞാനത് മലയാളത്തിൽ എഴുതി തന്നെ വായിക്കാം, പുസ്തകത്തിൽ പിന്നെ അധികരിച്ച് വായിക്കാം. കണ്ണിന് പഴുപ്പില്ലാതെ തന്നെ പ്രകാശത്തോട് അസഹനീയത, കൃത്രിമ പ്രകാശത്തിൽ കണ്ണ് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന തകരാറുകൾ. ഇതാണ് കൃത്രിമ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന എല്ലാം കൃത്രിമ പ്രകാശം തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ പെട്രോമാക്സ് പോലുള്ള കാര്യത്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ സൂര്യപ്രകാശം അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ കണ്ണുകൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു നേത്ര രീതിയാണ് നമുക്കുള്ളത്. നമുക്കറിയാമല്ലോ, എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ കണ്ണിന്റെ ഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രകാശ സോഴ്സിലോട്ട്, ഒരു ഉറവിടത്തിലോട്ട് നോക്കാവുന്ന രീതിയിലല്ല നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത. പക്ഷെ മറ്റു ചില ജീവികൾക്ക് ആ പ്രകാശത്തിന്റെ ഉറവിടത്തിലോട്ട് നോക്കാം. അതുകൊണ്ടാണ് ചില പിന്നെ പ്രാണികളൊക്കെ ലൈറ്റിലോട്ട് ആകർഷിക്കുന്നത് പോലെയുള്ള പ്രകാശത്തെ തേടി നടക്കുന്ന പിന്നെ ഇതുണ്ട്, ജീവികളുണ്ടാവും. പക്ഷെ മനുഷ്യനല്ല, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് അവരെ നാച്ചുറലായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടം മാറിയിട്ട് ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റുകളുടെ ഒരു ലോകം, അങ്ങനെ മനുഷ്യൻ രാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഒരു മറ്റൊരു ലൈറ്റ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺസ് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് കൃത്രിമ പ്രകാശത്തിൽ കണ്ണ് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന തകരാറുകൾ, അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ രാത്രി പഠിക്കുന്നത് കൊണ്ടുള്ള തകരാറുകൾ, തീവ്രമായ പ്രകാശഭീതി എന്ന് പറഞ്ഞാൽ ഫോട്ടോഫോബിയ. അപ്പൊ ഇതൊക്കെ കൊണിയം മാക്കിന്റെ എന്ന പുസ്തകത്തിന്, കൊണിയം മാക്കിനകത്ത് അലൻ സ്കിനോട്ടിൽ ടിപ്പിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നേരത്തെ നമ്മുടെ ആ സ്റ്റുഡൻസിനെ കുറിച്ചിട്ട് കുട്ടികളുടെ പഠനത്തിനകത്ത് ഈ ഐ സ്ട്രെയിൻ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനകത്ത് ഈ ഒരു കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ കുട്ടികളെ പഠിക്കാനുള്ള മടി, അവേർഷൻ ടു സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെഡിസിൻ അലൻ സ്കിനോട് ഒറ്റ മെഡിസിൻ ഉള്ളൂ, അത് കൊണിയം മാക്കാണ്. ദൈവം സഹായിച്ച് നമ്മൾ ആരും കൊടിയും മാറ്റി കൊടുക്കാറില്ല. ഇപ്പൊ പിന്നെ അലൻ സ്കിനോടിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മള് ഈ പറയുന്ന ഈ മരുന്നുകളുടെ പേരുകൾ അല്ലെങ്കിൽ സിംറ്റംസ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അത് ഓർക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അലൻ സ്കിനോടിനത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കാര്യം, അലൻ സ്കിനോടിനത്തെ നാഷിനെയൊക്കെ നമുക്ക് 100% വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. കാരണം അവർ കള്ളത്തരം പറഞ്ഞിട്ടില്ല, പറയില്ല എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഒരു സിംറ്റം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സിംറ്റം നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ അവേർഷൻ ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ ഒരു മെഡിസിനെ കൊടുത്തിട്ടുള്ള കോണിയമാണ്. പക്ഷെ റഡാറിനകത്തൊക്കെ പിന്നെ കൽക്കരിയ ഫോസ്, ലൈക്കോപോഡിയം, സൈലീഷ്യ, ഇതൊക്കെ 3 മാർക്കായിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇതെല്ലാം ഉപകാരപ്രദമാണ്. പക്ഷെ കൊണിയത്തെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിന് പിന്നെ
നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള മാഡത്തിന്റെ ആ ക്ലാസ്സിന്റെ ബാക്കിയായിട്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ്സിലോട്ട് പ്രവേശിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു ഫിസിഷ്യൻ മസ്റ്റ് ബി എ കീൻ ഒബ്സർവർ എന്ന് പറഞ്ഞത് ഞാനല്ല, സാമുവൽ ഹനുമാനാണ്. പക്ഷെ നിങ്ങൾ എത്രത്തോളം കീൻ ഒബ്സർവർ ആണ് എന്നുള്ള കാര്യം ഒരു സ്വയം വിശകലനം ചെയ്യേണ്ടതുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അപ്പാട് നമ്മൾ കണ്ണോടച്ചിട്ട് അങ്ങോട്ട് വിശ്വസിക്കുകയും അതിനെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ആരോ വെള്ളം കുടിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്, സാറൊന്ന് ഓഫാക്കി വെക്കുക. അപ്പോ പിന്നെ നമ്മുടെ കോണ്ടസ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇന്ന് ഡിസംബർ 15, ഇന്ന് ഫുൾ മൂണാണ്. ഇന്ന് ഫുൾ മൂൺ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, മൂൺ ഫേസ് അഗ്രിവേഷൻസ് പലപ്പോഴും അലൻ സ്കിനോണ്ടത്തൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മൂൺ ഫേസ് അഗ്രിവേഷൻസ് വരുന്ന ടിപ്പിക്കൽ കണ്ടീഷൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഡിസ്നിയ, ശ്വാസം മുട്ടൽ വരും, പിന്നെ കൺവൾഷൻസ്, ഫിറ്റ്സ് കുട്ടികളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കേസുകൾ ഇവയൊക്കെയാണ്. ഗോയിറ്ററിനൊക്കെ പിന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ മൂൺ ഫേസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമ്മൾ ഈ കീൻ ഒബ്സർവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയോ സാഹചര്യങ്ങൾ കൂടിയാണ്. അത് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഫുൾ മൂൺ ആണോ എന്ന് അന്വേഷിക്കണം, ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണം, അറിയണം. അപ്പൊ ഞാനത് പറയാറുണ്ട്, നമ്മൾ ഇടിയും വെട്ടി മഴ പെയ്യുന്ന കണ്ടീഷനകത്ത്, ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന തുടർച്ചയായിട്ട് ഇടിയും മഴയും പെയ്യുന്ന ഒരു കണ്ടീഷനകത്ത് ഒരാൾ ജോയിന്റ് പെയിൻ ആയിട്ട് വന്നാൽ, മഴ നനഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് ജോയിന്റ് പെയിൻ ആയിട്ട് വന്നാൽ അവിടെ റെസ്റ്റോക്സ് അല്ല, റോഡോഡെൻഡ്രോൺ ആണ് വേണ്ടി വരിക. കാരണം ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും നല്ല മെഡിസിൻസ് ഒന്ന് റോഡോഡെൻഡ്രോൺ. അപ്പോൾ ഒരേ മഴ കഴിഞ്ഞിട്ട്, അതേസമയം ഇടിയില്ലാത്ത സമയത്താണ് മഴ നനഞ്ഞു വരുന്നെങ്കിൽ നമുക്ക് കാൽക്കരിക്കുമ്പോൾ റെസ്റ്റോക്സോ അല്ലെങ്കിൽ പിന്നെ ഡെൽക്യാമറ ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമുക്ക് ചിന്തിക്കാം. ഒരു അടച്ച മഴയാണെങ്കിൽ നമ്മൾ ഡെൽക്യാമറ, നാട്രോസൾഫ്, അരേനിയ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഇന്ന് ഫുൾ മൂൺ ആണെങ്കിൽ ഇന്നത്തെ കണ്ടീഷനകത്ത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കേണ്ട മരുന്നുകൾ അലുമിന, കാൽക്കരി കാർബ്, സോറിനം, സബാഡില ഇങ്ങനെയുള്ള മരുന്നുകളാണ്. അലുമിന അങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫുൾ മൂൺ അഗ്രിവേഷൻ. അത് പല സിംറ്റംസും ഈ ഫുൾ മൂൺ അഗ്രിവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒറ്റ കേസിൽ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പിന്നെ അലുമിനെ കുറിച്ച് ചിന്തിക്കും. പിന്നെ കാൽക്കരി കാർബൺ നിങ്ങൾക്ക് അറിയാം. അയഡം ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. അതിനകത്ത് ഇബി നാഷിന് പറഞ്ഞിട്ടുള്ള നാഷ് ഗോയിറ്റർ ചികിത്സിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഡിക്രീസിങ് മൂൺ എന്ന് വെച്ചാൽ ഫുൾ മൂൺ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് ഈ അയഡം മെഡിസിൻ കൊടുക്കേണ്ടത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഹയർ പൊട്ടൻസി 50 mg ആണെന്നാണ് ഐ തിങ്ക്, അതൊന്നുകൂടി വേണമെങ്കിൽ വെരിഫൈ ചെയ്യണം. അപ്പൊ അത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കൊടുക്കാനാണ് പറയാം. അപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഗോയിറ്റർ വരുന്ന, പ്രത്യേകിച്ച് അയഡം കോൺസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കറിയാലോ, അയഡം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന രോഗികളിലാണ് നമ്മൾ ഗോയിറ്റർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ഗോയിറ്ററിന്റെ വലിപ്പം കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഈ ഡിക്രീസിങ് മൂണിന് കൊടുക്കുക. നിങ്ങൾക്ക് അത്ഭുതകരമായ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു പേഷ്യന്റ് ഈ മൂൺ ഫേസിൽ, ഇപ്പൊ ഇന്ന് ഒരു പേഷ്യന്റ് ഇതുപോലെ ഡിസ്നി ആയിട്ട് വരുന്നു അല്ലെങ്കിൽ കൺവൾഷൻ ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് നോട്ട് ചെയ്ത് വരുന്നു, ഇത് ഫുൾ മൂൺ ആണോ എന്നിട്ട് നമുക്ക് ഒന്ന് നോക്കുക. അടുത്ത പ്രാവശ്യം അതിനടുത്ത പ്രാവശ്യം ഈ മൂണിനോടോ തൊട്ട് മൂണിനോടോ അടുത്ത ദിവസങ്ങളിലോ വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇങ്ങനൊരു ഒബ്സർവിങ് സ്കില്ല്, ഈ ഫിസിഷ്യൻ മസ്റ്റ് ബി കീൻ ഒബ്സർവർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുന്നോ അതിന് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഒന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പിന്നെ സാധാരണ അലൻ സ്കിനോഡിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സിംറ്റം ഞാൻ പറയാം. എപ്പിഡമിക്സ് ഒക്കറിങ് ജനുവരി ആൻഡ് ഫെബ്രുവരി ഓഫൺ കോൾ ഫോർ മെസീറിയം എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ നമ്മൾ ജനുവരിയിലും ഫെബ്രുവരിയിലും വരുന്ന ഒരു എപ്പിഡമിക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മെസീറിയം നമ്മൾ ഇൻഡിക്കേറ്റഡ് ആണ് എന്ന് ധരിക്കാൻ പാടുണ്ടോ? കാരണം പലപ്പോഴും അങ്ങനെയാണ്. ഈ പുസ്തകത്തെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഇത് എഴുതിയ ആള് നമ്മുടെ HC അലൻ USA കാരനാണ്, അമേരിക്കക്കാരനാണ്. അവരുടെ നാട്ടിൽ ജനുവരിയിൽ ഫെബ്രുവരിയിൽ എന്ത് എപ്പിഡമിക് വരുന്നോ അതിനാണ് ആ മരുന്ന്. ഇപ്പൊ നമ്മള് പിന്നെ ഒരു പ്രത്യേക കാലാവസ്ഥ പറഞ്ഞ ലോകം മുഴുവൻ അതേ കാലാവസ്ഥയല്ല.
അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വിന്റർ ഓക്കെ, വിന്റർ ഉണ്ട്, പക്ഷെ എല്ലാ സമയത്തും ആ ഇന്റൻസിറ്റി ഓഫ് കോൾഡ് അല്ല മറ്റൊരു പിന്നെ രാജ്യത്ത് അനുഭവപ്പെടുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തെ കാലാവസ്ഥയുമായിട്ടാണ് അലൻ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോ ഹേ ഫീവർ ഇൻ ഓഗസ്റ്റ് ഇൻ എവറി ഇയർ അലീസേപ്പയാണ് മരുന്ന്. ഹേ ഫീവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് ഹേ ഫീവർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് പരിഭാഷ ചെയ്യുമ്പോൾ വൈക്കോൽ പനി എന്നൊക്കെ പറഞ്ഞ ഓരോ പരിഭാഷകൾ ചെയ്യും. അതൊന്നുമില്ല, നമ്മുടെ അലർജി തുമ്മൽ എന്ന രീതിയിൽ അതിന്റെ പേരാണ്. അല്ലാണ്ട് പിന്നെ ഹേ ഫീവർ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്, അതുകൊണ്ടുള്ള അലർജിയാണ് എന്നൊന്നും ധരിക്കരുത്. സാധാരണ അലർജി തുമ്മൽ, എല്ലാ അലർജി തുമ്മലും ആ രീതിയിൽ പറയാം. അവരുടെ നാട്ടിലെ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുന്ന അലർജി തുമ്മലിനാണ് അലിയസേപ്പ ഇൻഡിക്കേറ്റഡ്. അലിയസേപ്പ നിങ്ങളും അലർജിക് റൈനൈറ്റിസിന് കൊടുക്കാറുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അമേരിക്കയിൽ ആ സമയത്ത് ഏകദേശം 20-ലധികം പൂക്കള്, എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂക്കൾ 20-ലധികം പൂക്കള് ബ്ലൂം ചെയ്യുന്ന ഒരു സമയമാണ് ഈ പിന്നെ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഈ പൂക്കളുടെ അലർജിക്കുള്ള മെഡിസിൻ എന്നുള്ള രീതിയിലാണ് റോസ് കോൾഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ പൂക്കളുടെ അലർജിക്ക് എടുക്കുന്ന മെഡിസിൻസിനകത്ത് ഒന്നായിട്ടാണ് അലിയസേപ്പനെ കണക്കാക്കേണ്ടത്. അപ്പൊ അത് ഇന്റർപ്രിട്ടേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതേസമയം മറ്റൊരു മെഡിസിൻ റോസ് കോൾഡ് മെഡിസിൻ സാങ്കുനേറിയ നൈട്രിക്കയാണ്. സാങ്കുനേറിയ തന്നെയാണ് നാസൽ പോളിപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ. സാങ്കുനേറിയ നൈട്രിക്ക്, സാങ്കുനേറിയ കനാഡൻസിസും പറ്റും. സാങ്കുനേറിയയും അലിയസേപ്പയാണ് നാസൽ പോളിപ്പിന് പലപ്പോഴും നന്നായിട്ട് വരിക. ആ നേസൽ പോളിപ്പ് തന്നെയാണ് അലർജിക് റൈനൈറ്റിസിനകത്ത് നമ്മൾ കാണുന്ന ഒരു സിംറ്റം. നേസൽ പോളിപ്പ് വരാം, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം വരും, കോങ്കിയസ് എൻലാർജ്ഡ് വരും. അപ്പൊ ഈ കണ്ടീഷനകത്ത് എല്ലാം വിത്ത് സ്നീസിങ്, സിവിയർ സ്നീസിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് അലിയസേപ്പയും അതുപോലെ സാങ്കുനേറിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ നേരത്തെ ഈ മെസീറിയം പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്. മെസീറിയത്തിന്റെ മൈൻഡ് പലപ്പോഴും വിട്ടുപോകുന്നതാണ്. പക്ഷെ ആ പേഷ്യന്റിന്റെ സിംറ്റം നമ്മൾ പലപ്പോഴും ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അത് ഏതാ മരുന്നെന്ന് മറന്നു പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മയുണ്ടാവും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, നിസ്സാര കാര്യങ്ങളിലും തീർത്തും നിരുപദ്രവമായ കാര്യങ്ങളിലും ദേഷ്യപ്പെടുന്നു, ഉടൻ തന്നെ അതിൽ ഖേദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം പേഷ്യൻസിനെ കണ്ടിട്ടില്ലേ? സൂൺ സോറി ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എത്ര പേര് മെസീറിയ ഓർത്തിട്ടുണ്ടാവും? ഇപ്പൊ ഇതിൽ കൂടെ മിടുക്കന്മാരായിട്ടുള്ള കുറെ പേര് ഓർത്തിട്ടുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ഡോക്ടർമാരും മെസീറിയമാണ് ആ മരുന്ന് എന്നുള്ള കാര്യം ഓർത്തിട്ടുണ്ടാവില്ല. കാരണം മെസീറിയത്തിന് അല്ലാതെ നമ്മൾ ഈ സിംറ്റം അധികം നമ്മൾ പഠിക്കാറില്ല. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഇത് മെസീറിയത്തിനാണ്. മെസീറിയം വെജിറ്റബിൾ മെർക്കുറി എന്നൊക്കെ പറയുന്ന മർക്സോണിന് സമാനമായിട്ടുള്ള വെജിറ്റബിൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് മെസീറിയ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പിന്നെ അസ്ഥികൾ, ഇപ്പൊ നമ്മൾ മർക്സോളൊക്കെ നമ്മളെ ബോൺസിനെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് കൊടുത്തിട്ട് വെജിറ്റബിൾ മെഡിസിൻ ആയിട്ടുള്ള ബോൺസിനെ ബാധിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഏറ്റവും നല്ലതൊന്ന് മെസീറിയ, ഒന്ന് അസഫേറ്റിഡയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സൂൺ സോറി ഫോർ ഇറ്റ് എന്നുള്ള മെസീറിയത്തിന്റെ സിംറ്റം ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. മെസീറിയത്തിന്റെ സ്കിന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്കിന്ന് നമ്മള് സ്കാൽപ്പിനകത്ത് നമ്മുടെ എന്താ പറയാ തലയിൽ ഇങ്ങനെ സ്കാബ്സ് വരുന്ന രീതിയിൽ, മിൽക്ക് ക്രസ്റ്റ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനകത്ത് തലയിൽ ആബ്സസ് വരുന്നതിനകത്തൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓർക്കുക. പക്ഷെ അതിനകത്ത് ഒരു സിംറ്റം നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ ഈ തുണികൾ വ്രണങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള ഒരു സിംറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ? അത് മെസീറിയത്തിന്റെ അത് വേറൊരു മെഡിസിൻസിനകത്ത് കോമൺ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അധികം സുലഭമല്ലാത്ത ഒരു സിംറ്റമാണ്. നമ്മൾ ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ സ്കിൻ ഡിസീസ് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഗ്രാഫൈറ്റിസ് പോലെ അതിനകത്ത് സ്റ്റിക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ മെസീറിയത്തിന്റെ അല്ല, ഈ നമ്മുടെ ഗ്രാഫൈറ്റിസിന്റെ സ്കിന്നിനകത്ത് ചെവിന്റെ ബാക്കിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെവി കിടന്നുറങ്ങി കഴിഞ്ഞാൽ കുട്ടി ഇവിടെ ഇങ്ങനെ ഒട്ടി അവിടെ ഇരിക്കും. ആ ചെവിയിൽ നമ്മൾ പിറ്റേ ദിവസം ചെവി ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് എടുക്കേണ്ട വരുന്ന രീതിയിൽ ചെവി അവിടെ ഒട്ടിയിരിക്കുന്ന രീതിയിൽ പിന്നെ പശ പോലെ ഉണ്ടാകും. അല്ലാതെ നമുക്ക് സ്റ്റിക്കി ആയിട്ട് തോന്നും. പക്ഷെ ഈ തുണി ഒട്ടിപ്പിടിക്കുന്നത് മെസീറിയത്തിലാണ്. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില പ്രത്യേക അഡ്ഹസീവ്, പേപ്പർ ഒട്ടിക്കുന്ന അഡ്ഹസീവ് പോലെ തുണി ഒട്ടിപ്പിടിപ്പിക്കുന്ന ഒരു അൾസർ ആയിട്ട് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് അവർക്ക് ആ വ്രണത്തിൽ നിന്ന് തുണി എടുത്തു മാറ്റാൻ അവരുടെ മുണ്ട് അതിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിംറ്റം, നമ്മുടെ മെസീറിയത്തെ ഒന്ന് ഓർക്കണം. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തുണി അവ പറിച്ചെടുക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്കാബിൽ തലയിൽ ഉടനെ പൊറ്റയിലേറിയ ആ പൊറ്റേന്റെ അടിയിൽ പഴുപ്പ് മാത്രമല്ല, എന്ന് വെച്ചാൽ കട്ടിയുള്ള തോല് പോലെ പഴുപ്പ് പൊറ്റ കൊണ്ട് മൂടിയിരിക്കുന്നു. അതിനടിയിലും പഴുപ്പുണ്ടാവും. പക്ഷെ അതിനകത്ത്
പുഴു കാണും എന്ന് പറയുന്നത്, പഴുപ്പ് മഞ്ഞ നിറമാവുകയും ദുർഗന്ധപൂരിതമാവുകയും പുഴു വളരുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരേ ഒരു മെഡിസിൻ അലൻ സ്കിനോട്ടിനകത്ത് ഉള്ളത് നമ്മൾ ഇതാണ് എന്നുള്ള കാര്യം, ഈ മെസീറിയമാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഒന്ന് ഓർക്കുക. പുഴുവിനെ പുറത്തു കളയാൻ പിന്നെ സബാഡില്ല ഉപയോഗിക്കാറുണ്ട്, സ്റ്റാഫിസാഗ്രിയ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മെഡിസിൻ കൊടുത്തിട്ട് എന്ന് പറയുന്ന പുഴു ഉണ്ടാകുന്ന വ്രണങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മെസീറിയാണ്. ചില ഈ അലൻ സ്കിനോട്ടിനകത്ത് ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അലൻ സ്കിനോട്ടിനകത്ത് ആദ്യത്തെ 2-3 സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് അലൻ സ്കിനോട്ട് നിങ്ങളുടെ രാജ്യത്തെ, ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യ രാജ്യത്തിലെ ഹോമിയോക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമല്ല ഈ അലൻ സ്കിനോട്ട് എന്ന് പറയുന്നത്. അത് യുഎസ്എൽ ബേസ്ഡ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഇന്ന കാലാവസ്ഥയായിരിക്കും, ഇന്ന രീതിയിലുള്ള ആൾക്കാരുടെ ശരീരപ്രകൃതമായിരിക്കും എന്നൊന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടാവണം എന്നില്ല. ഇപ്പോ ബ്രോമിയത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പലപ്പോഴും അറിയായിരിക്കും. നല്ല മനോഹരമായ സുന്ദരിയായിട്ടുള്ള പിന്നെ ഒരു പേഷ്യന്റ് ആണ് ബ്രോമിയം പേഷ്യന്റ് എന്ന് വെച്ചാൽ. പിന്നെ പോയറ്റിക് ഭാഷയിൽ എഴുതിയതുപോലെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇളം നീല കണ്ണുകളും ഇളം മഞ്ഞമുടികളും നേർത്ത കൺപുരികങ്ങളും വെളുത്ത് മൃദുലമായ ത്വക്കും ഇളം നിറവും ചുവന്ന കവിളുകളുമുള്ള ക്ഷയപ്രകൃതമായ പെൺകുട്ടികളാണ് ഈ മരുന്ന് ഏറ്റവും ഫലപ്രദമെങ്കിലും, അടുത്ത ലൈനുണ്ട്, ഏറ്റവും ഫലപ്രദമെങ്കിലും അങ്ങനെ നിർബന്ധമില്ല താനും എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ നിർബന്ധമില്ല താനും എന്ന് പറഞ്ഞ സാധനം നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബ്രോമിയം പേഷ്യൻസിനെ നമ്മൾ ഒരു ഗോയിറ്റർ ഗോയിറ്ററിന് അയഡോം ബ്രോമിയം അപ്പുറം തുല്യ ബലത്തിൽ നിൽക്കുന്ന മരുന്നുകളാണ്. പക്ഷെ നമ്മൾ ദൈവം സഹായിച്ച് ഈ ബ്രോമിയം കൊടുക്കുന്ന കാര്യം വിട്ടുവരാൻ കിട്ടും. നമ്മൾ അയഡം, കാൽക്കരി അയഡ്, ഫെറമൈഡ്, മറ്റേ എന്തൊക്കെ അയഡുകൾ ഉണ്ടോ അതെല്ലാം ചേർത്തിട്ടുള്ള മെഡിസിൻ കൊടുക്കും. പക്ഷെ നമ്മൾ ബ്രോമിയത്തെ പലപ്പോഴും ഈ കാര്യത്തിൽ മറന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ സുന്ദരിമാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ബ്രോമിയത്തെ നമുക്ക് ആഫ്രിക്കയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അവിടെ മുഴുവൻ കറുത്തവരാണ്. ഇപ്പൊ ഇതുപോലെ മുടി ചുരുണ്ടിട്ടുള്ള ആൾക്കാർക്ക്, പലപ്പോഴും മെലിഞ്ഞിട്ടുള്ള ആൾക്കാരും മുടി ചുരുണ്ടുള്ള ആൾക്കാരുമാണെങ്കിൽ മിക്കവാറും ഏറ്റവും നല്ല മെഡിസിൻ നാട്ടർമൂറാണ്. അവർക്ക് തലവേദനയും ഡാൻഡ്രഫും അങ്ങനെ 2 സിംറ്റോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് നാട്ടർമൂറാണെന്ന് നമുക്ക് തോന്നിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആഫ്രിക്കയിൽ എല്ലാവർക്കും നാട്ടർമൂർ ഫലപ്രദമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് രാജ്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതേസമയം ഈ അയഡത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇതിന് ഈ ബ്രോമിയത്തിന് ഏകദേശം നേരെ എതിരായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ നിറത്തിന്റെ കാര്യത്തിലാണ്. ബാക്കി ശരീരപ്രകൃതമൊക്കെ ഏകദേശം അതുപോലെ ഉണ്ടാവും. അയഡത്തിനകത്ത് കറുത്ത മുടിയുള്ള ആൾക്കാരിൽ കട്ടിയുള്ള ഗോയിറ്റർ, പിന്നെ ഹാർഡ് ഗോയിറ്റർ ആയിട്ടുള്ള നോഡുലർ ഗോയിറ്റർ തന്നെ അങ്ങനെയുള്ള കണ്ടീഷനകത്താണ് അയഡ ഉപയോഗിക്കുന്നത്. അതിന്റെ ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ട് വെളുത്ത മുടിയുള്ള ആൾക്കാരിലാണ് ബ്രോമിയം പറ്റുകയെന്ന്. അയഡം കറുത്ത മുടിയുള്ള ആൾക്കാരിൽ, ബ്രോമിയം വെളുത്ത മുടിയുള്ള ആൾക്കാരിന്. അത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് കറുത്ത മുടി, അല്ലാണ്ട് എന്നെ പോലെ വെളുത്ത മുടി എന്ന് പറഞ്ഞാൽ നരച്ച മുടിയുള്ളവർക്കും അല്ല. അപ്പൊ അക്ഷരം നോക്കിയല്ല വായിക്കേണ്ടത്. നമ്മൾ അതിനകത്ത് ഏത് കോൺടെസ്റ്റിലാണ് നമ്മൾ പിന്നെ ഈ മരുന്ന് ഏത് രാജ്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ചിട്ട് വേണം ഇതിനകത്ത് കണ്ടുപിടിക്കുക. അങ്ങനെ വായിക്കുമ്പോഴാണ് മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഇത് നമ്മുടെ ഈ പുസ്തക ഉദ്ഘാടനം പ്രകാശനം ചെയ്യാൻ നേരത്തെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ അതിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. ഓരോ പ്രാവശ്യവും നമ്മുടെ ബുദ്ധിയും കൂടി ഉപയോഗിച്ചതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ അത്ഭുതകരമായ ലോകമായിരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബ്രോമിയം, അയഡിൻ ഇതെല്ലാം ഗോയിറ്ററിന് നമ്മൾ പ്രധാനപ്പെട്ട മരുന്നാകുമ്പോൾ ഇവയെല്ലാം ഹാലോജൻസ് ആണ്. നിങ്ങൾക്ക് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഹാലോജൻസ് ഓർമ്മയില്ലേ? ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ, പിന്നെ ബ്രോമിയം, ഇതെല്ലാം. പിന്നെ 2 ഉണ്ട്, അസ്റ്റാറ്റിനും ടെനിസിൻ എന്നൊക്കെ പറഞ്ഞാണ്. അത് 2 റേഡിയോ ആക്റ്റീവ് മെറ്റൽസ് ആണ്. അപ്പൊ ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ, ബ്രോമിയം, ഇവയെല്ലാം അടങ്ങിയ കോമ്പൗണ്ട്സ് ഉള്ള മെഡിസിൻസ് എല്ലാം ഇമാസിയേറ്റഡ് ആയിരിക്കും. ഈ ഹാലോജൻ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഹാലോജൻ എന്ന് പറഞ്ഞാൽ സാൾട്ട് മേക്കർ എന്നാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ ലവണം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അവിടെ ഉപ്പ് എന്ന് പറയരുത്. അവിടെ മലയാളത്തിന് ശരിക്കുള്ള പരിഭാഷ ലവണം എന്നുള്ളതാണ്. നമ്മുടെ കോമൺ കറി ഉപ്പ് എന്ന് ധരിക്കരുത്. ഒരു പിന്നെ പെട്ടെന്ന് ആ വസ്തുവായിട്ട് പ്രതിപ്രവർത്തിച്ച് ഒരു സാൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം, സാൾട്ട് ഫോർമർ, ഒരു സാൾട്ട് മേക്കർ എന്നാണ് നമ്മുടെ ഹാലോജൻ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടാവുക. അപ്പൊ ഈ പലപ്പോഴും ഇത് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്, ഇവയും അതുപോലെ ഫ്ലൂറിക് ആസിഡ്, അയഡം, ബ്രോമിയം, ഇവയെല്ലാം പേഷ്യൻസിനെ കുറിച്ച് നമുക്ക് ഒറ്റ മണിക്ക് മനസ്സിലാക്കാൻ എളുപ്പവഴി
ആളെ ഏകദേശം പിടിച്ച് ഉപ്പിലിട്ട മാങ്ങ പോലെ ഇരിക്കും, ഉപ്പിലിട്ട പോലെ ഉണ്ടാവും. ഉപ്പിലിട്ട സാധനം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാവുക മെലിഞ്ഞു ഉണങ്ങി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും. നിങ്ങൾ ഫ്ലൂറിക് ആസിഡ് പേഷ്യൻസ് വളരെ നീണ്ട് പൊക്കമുള്ള ഇതുപോലെ മെലിഞ്ഞു ഉണങ്ങിയിട്ട് ആളായിരിക്കും. നാട്ടർമോറിന്റെ പേഷ്യന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതും ആൾക്കാർ ഉപ്പിലിട്ട പോലെ ആയിരിക്കും. അതുതന്നെയായിരിക്കും അയഡവും ഏകദേശം ബ്രോമിയത്തിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുക. ഈ അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്ന അതേ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എപ്പോഴും കിട്ടണം, അതേ അക്ഷരാർത്ഥത്തിലുള്ള പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും കിട്ടണം എന്ന് ശഠിക്കരുത്. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അലൻ സ്കിന്നറിനകത്ത് വേറെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഡിസീസ്ഡ് കണ്ടീഷൻസ് അല്ല. അലൻ നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലൻ ഒരു അനാട്ടമി പ്രൊഫസർ ആയിരുന്നു. അനാട്ടമി പ്രൊഫസർ ആയതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് അനാട്ടമി ടേംസ് ഉപയോഗിക്കും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ന്യൂമോഗ്യാസ്ട്രിക് നെർവ്സിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം അതേ രീതിയിൽ തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ അലൻ തന്നെ ചിലയിടത്ത് രോഗത്തിന്റെ പേര് പറയാതെ സിംറ്റം മാത്രം പറയും. അത് കാരണം സിംറ്റമറ്റോളജിക്കൽ അതേ രീതിയിലാണ് പുസ്തകം മെട്രി മെഡിക്ക അന്നത്തെ കാലത്ത് തയ്യാറാക്കേണ്ടത് എന്നുള്ള ഹനുമാന്റെ ഒക്കെ ആ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഈ സിംറ്റംസ് ടിപ്പിക്കലി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ സിംറ്റംസിനെ ഏത് ഡിസീസ് കണ്ടീഷനാണ് എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ രോഗത്തിന്റെയും സിംറ്റംസ് നിങ്ങൾക്ക് അലൻ സ്കിന്നോട്ട്, നമ്മൾ കോമണസ്റ്റ് ആയിട്ട് കാണുന്ന എല്ലാ രോഗത്തിന്റെയും സിംറ്റംസ് അലൻ സ്കിന്നോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് ഡിസീസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ മതി. മുമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ബീജേന്റെ പുസ്തകങ്ങളാണല്ലോ നമ്മളെല്ലാവരും പഠിച്ചത്. ഈ ബീജേന്റെ പുസ്തകത്തിന്റെ ഒക്കെ പുറകില് എനിക്ക് തോന്നുന്നു ബീജേന്റെ ബുക്കിന്റെ പുറകിൽ ഒരു വാക്കുണ്ടായിരുന്നില്ലേ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്. നിങ്ങൾ പേര് പറഞ്ഞാൽ മതി ആ പുസ്തകം ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളത്. അത് വളരെ നല്ലൊരു പരസ്യമായിരുന്നു. എന്ന് പറഞ്ഞ പോലെയാണ്, നിങ്ങൾ ആ സിംറ്റം അങ്ങോട്ട് പറഞ്ഞാൽ മതി, അലൻ സ്കിന്നറിനകത്ത് അത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന് ഏത് രോഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഒരു നല്ലൊരു ഉദാഹരണം ഹെപ്പാസെൽഫിനകത്ത് യൂറിൻ ഡ്രോപ്സ് വെർട്ടിക്കലി എന്ന് വെച്ചാൽ യൂറിൻ വോയിഡഡ് സ്ലോലി വിത്തൗട്ട് ഫോഴ്സ് എന്നുള്ള ഒരു സിംറ്റം ഉണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അത് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ഏത് കണ്ടീഷനകത്താണ് വരിക എന്ന് നമുക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, മൂത്രം പിന്നെ ഇങ്ങനെ തുള്ളിയായിട്ട് വെർട്ടിക്കലായിട്ട് താഴോട്ട് വീഴുന്നത് ഏത് കണ്ടീഷനിലാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറയും പിന്നെ എന്താണ് BHP അല്ലെ, ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ എത്ര ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് കേസിന് നിങ്ങൾ ഈ സിംറ്റം വെച്ച് ഹെപ്പാസെൽഫ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇത് രണ്ടും നമ്മൾ കോറിലേറ്റ് ചെയ്യില്ല. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങൾക്കൊരു മാഡം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉടനെ അതിന്റെ ഓപ്പോസിറ്റ് സിംറ്റംസ് ഉള്ള മെഡിസിൻസും കൂടി, ഇപ്പൊ നമ്മള് ഇഗ്നേഷ്യൊക്കെ പറഞ്ഞാൽ അതിന്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സിംറ്റം ഉണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ അയഡത്തിന്റെ ബ്രോമിയത്തിന്റെ കാര്യം പറഞ്ഞാലാണ് വെളുത്ത പിന്നെ മുടിയുള്ള ആൾക്കാർക്ക് ബ്രോമിയം, അപ്പൊ കറുത്ത മുടിയുള്ള ആൾക്ക് എന്ന് ഉപയോഗിക്കും. അപ്പൊ ഉടനെ നമ്മൾ ചാടി കഴിഞ്ഞിട്ട് അയഡെന്ന് പറയും. ലെഫ്റ്റ് സൈഡ് പിന്നെ ഗോയിറ്റർ ലാക്ടസിസ്, അപ്പൊ റൈറ്റ് സൈഡ് അപ്പോൾ ഉടനെ നമ്മൾ ലൈക്കോപ്പൊഡിയം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് റീനൽ കോണിക്ക് പിന്നെ ബെർബറിസ് വൾഗാരിസ്, റൈറ്റ് സൈഡ് അപ്പൊ ലൈക്കോപ്പൊഡിയം. അപ്പൊ ഇത് ഇങ്ങനെ സ്ഥിരം ആ മാഡത്തിന്റെ ഒരു സാധനമുണ്ട്. ഈ പിന്നെ ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള എതിർപദങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ കുറേ മാഡത്തിന്റെ ഒരു റൊട്ടീൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ യൂറിൻ ഫോഴ്സ് വെർട്ടിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ കൊടുത്തത് യൂറിൻ ഫ്ലോ ഹൊറിസോണ്ടലി എന്ന ഉടനെ മാഡത്തിനോട് തിരിച്ചൊരു ചോദ്യം. അത് ചോദ്യം മാത്രമേ കേൾക്കുള്ളൂ, ആരതൊന്നും മാഡം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആരും നമ്മൾ കാണില്ല. പക്ഷെ ആ ഒരു എന്താണ് ആ ഒരു ചിരിയുടെ അല ക്ലാസ്സിൽ നിൽക്കാൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ആലോചിക്കുക അങ്ങനെ ഹൊറിസോണ്ടലി ഉണ്ടാവുമോ, ഇത് ആർക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അടുത്ത ചോദ്യം ഇത് തന്നെയായിരിക്കും. ഇവര് കൊനിഷ്ഠ ചോദ്യങ്ങളാണ് അന്നത്തെ കാലത്ത്. അതാണ് ക്ലാസ്സിലൊരു രസം ഉണ്ടാവുക. പക്ഷെ അന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം ഇതുപോലെ ഗജപോകരികളായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അതുള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ഇന്നും അത് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ യൂറിൻ ഫ്ലോസ് പിന്നെ വെർട്ടിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടനവരോട് ചോദിക്കും എന്താണ് ഇപ്പൊ ഹൊറിസോണ്ടലി വേറെ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ മാഡം ഇത് പിന്നെ മെയിൽ സിംറ്റം ആണോ ഫീമെയിൽ സിംറ്റം ആണോ? ഒരു സംശയം അതാണ്. ഈ യൂറിൻ ഫോഴ്സ് വെർട്ടിക്കലി എന്ന് പറയുന്നത് മെയിൽ സിംറ്റം ആണോ ഫീമെയിൽ സിംറ്റം ആണോ എന്നുള്ളതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രസകര നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതിനകത്ത് യൂറിൻ ഡ്രോപ്സ് വെർട്ടിക്കലി എന്നുള്ളത് യൂറിനറി ട്രാക്റ്റിനകത്ത് ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ അവിടെ എസ്പെഷ്യലി ഈ ബിനൈൻ ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റിനകത്ത് വരുന്ന ഒരു മെയിൽ സിംറ്റം ആണ്. പിന്നെ അതേപോലെ ഫ്ലോയില് വരുമ്പോൾ അതിന് മറ്റൊന്നൊരു സിംറ്റം അസോസിയേറ്റ് ഫീമെയിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് വരാം. പക്ഷെ നമ്മൾ BHPക്ക് ഒരു മെഡിസിനായിട്ട് ഈ ഹെപ്പാസെൽഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കാം. വേറൊരു മെഡിസിൻ നമ്മളിപ്പോ ആക്റ്റിയ റെസിമോസില് സെർവിക്കൽ റീജിയൻ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലെ, കഴുത്തിന്റെ റീജിയൻ സ്റ്റിഫ് ആയിരിക്കുന്നു. ആക്യുറസിനോസിലെ ഒരു സിംറ്റം ആണ്. ഫ്രം യൂസിങ് സിവിങ് മെഷീൻ, ടൈപ്പ് റൈറ്റിംഗ്, പിയാനോ പ്ലേയിങ് എന്നൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പിയാനോ വായിക്കുക അല്ലെങ്കിൽ തുന്നൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ തുന്നൽ മെഷീനാണ്, തുന്നൽ മെഷീൻ ഉപയോഗിക്കുന്നു. അതൊക്കെ വരുമ്പോൾ കഴുത്തിന് വേദന വരും. അപ്പോൾ അതാണ് കണ്ടീഷൻ. ഏതാണ്? സെർവിക്കസ് സ്പോണ്ടിലോസിസ് ആണ്. സെർവിക്കസ് സ്പോണ്ടിലോസിസ് അലൻ സ്കിൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സെർവിക്കസ് സ്പോണ്ടിലോസിന് മെഡിസിൻസ് ഇല്ലാന്നല്ല, കൃത്യമായിട്ട് ഈ സിംറ്റംസ് പറഞ്ഞില്ല. ഇന്നാണ് ഞാൻ അതിനകത്ത് ഒരു വാക്കുകൂടി ആഡ് ചെയ്യാൻ പറ്റും, മൊബൈൽ യൂസേജ്. കുറെ കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് തന്നെ കഴുത്തിന് കടലേക്ക് നല്ല ലംബായിട്ട്, അല്ലെങ്കിൽ ഒരു ബൾബ്, നമ്മുടെ ഒരു സെർവിക്കൽ വെർട്ടിബ്ര തെന്നിക്കിടന്നിട്ട് ഒരു മുഴയോട് കൂടിയിട്ട് ചെറിയ കുട്ടികൾ വരാറുണ്ട്. നമ്മൾ കഴുത്തിനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ജസ്റ്റ് ആ സ്പൈനൽ കോഡിനെ മുടിക്കണേ ആ സെർവിക്കൽ വെർട്ടിബ്രയുടെ ഭാഗത്ത് ഇങ്ങനെ തളവല്ലുകൊണ്ട് ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ തള്ളി നിൽക്കുന്ന ഡിസ്കുകൾ കാണാം. ആ ഡിസ്കിനെ പോലെ തൊട്ടുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വേദന എടുക്കും. സ്പോണ്ടലോസിസിന്റെ സിംറ്റംസ് വരും. അതൊക്കെ സെർവിക്കൽ സ്പോണ്ടലോസിന് നല്ല മെഡിസിൻസിലൊന്ന് ആക്ടിവ റെസിമോസിയാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അവിടെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നതിന് പകരം അതിന്റെ സിംറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെർവിക്കൽ റീജിയൻ സ്റ്റിഫ്നെസ് ഫ്രം യൂസിങ് സിവിങ് ടൈപ്പ് റൈറ്റിംഗ്, പിയാനോ പ്ലേയിങ് എന്നൊക്കെയുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു കണ്ടീഷൻ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് കോമണസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് ബേണിംഗ് ഫീറ്റ് സിൻഡ്രോം, അല്ലെ? കാല് പുകയുന്നു എന്ന് പറയുന്ന ധാരാളം ന്യൂറോപ്പതീസ് ആണത്. പെരിഫറൽ ന്യൂറോപ്പതിന്റെ ഭാഗമായിട്ടാണ് പല കണ്ടീഷനകത്ത് വരാം. പിന്നെ നമ്മുടെ പെരിഫറൽ നെർവ്സിന്റെ പ്രശ്നങ്ങൾ, കാലിലുള്ള നെർവ്സിന്റെ പ്രശ്നങ്ങൾ വരാം. ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് ഇപ്പൊ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാവുക. ഈ പേഷ്യന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, കാല് ഈ പുകച്ചിൽ കൊണ്ട് അവർ അൺകവർ ചെയ്തിട്ട്, കാല് പിന്നെ ഫീറ്റ് അൺകവർ ചെയ്ത് ബെഡിന്റെ പുറത്ത് ഇടുന്നു, അല്ലെങ്കിൽ ബെഡിന്റെ അവരുദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ പുതപ്പിന് പുറത്ത് കാല് വെക്കുന്നു, കാല് പുകച്ചിൽ കൊണ്ടെന്നുള്ളതാണ്. ഏതാണ് മെഡിസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാത്ത മെഡിസിൻ ആയിരിക്കുമെന്ന് ഞാൻ ധരിക്കുന്നത്. കാരണം എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് മിക്കവാറും അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ അറിവില്ലായ്മയും മറ്റുള്ളവർക്ക് ഷെയർ പോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ രാത്രി പാദം പുകയുന്നു, അതിനാൽ പാദം ബെഡിന് പുറത്ത് വെക്കേണ്ടി വരുന്നു. മെഡിസിൻ ചമോമില്ലയാണ്. നിങ്ങൾ പിന്നെ ഇതിനകത്ത് എത്ര പേര് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ കമന്റിനകത്ത് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും. ചമോമില്ല ബേണിംഗ് ഫീറ്റ് സിൻഡ്രോത്തിന് ഏറ്റവും നല്ല മെഡിസിൻസ് ആണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു, രാത്രി പാദം പുകയുന്നു, അതിനാൽ പാദം ബെഡിന് പുറത്തേക്ക് വെക്കേണ്ടി വരുന്നു. അതിന്റെ ബ്രാക്കറ്റിൽ 3 മെഡിസിൻസ് ഉണ്ട്. അത് പൾസാറ്റില, മെഡോറിനം, സൾഫർ ആണ്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനകത്ത് സൾഫർ മിക്കവാറും പുകച്ചിലുള്ളതുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ. മെഡോറിനും ആ 3 മാർക്കായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടോ. പൾസാറ്റിലും ചിലർ ഉപയോഗിച്ചിട്ടുണ്ടോ. പക്ഷെ നമ്മൾ പലരും ഇൻക്ലൂഡിങ് മീ പലപ്പോഴും മറക്കുന്ന ഒരു മെഡിസിൻ ചമോമില്ലയാണ് എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ കയ്യും കാലും പുകച്ചിലുണ്ടെങ്കിലോ അത് പെട്രോളിയാണ്. കയ്യും കാലും പുകച്ചിലുണ്ടെങ്കിൽ കാല് പുകച്ചിലിനാണ് നമ്മൾ ചമോമില്ല പറയുന്നത്. കയ്യും കാലും പുകച്ചിലുണ്ടെങ്കിൽ അത് പെട്രോളിയാണ്. പിന്നെ അതുപോലെ സാങ്കുലറിയും സൾഫറും വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിന്ററിലെ സ്കിൻ ഡിസീസിന് എല്ലാവരും ആദ്യം പറയും പെട്രോളിയം. ഓക്കെ, നെക്സ്റ്റ് മെഡിസിൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള സാധനം അലുമിനയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അലുമിനയ്ക്കും സ്കിന്നും മറ്റുള്ള സിംറ്റംസും എല്ലാം അഗ്രിവേറ്റ് ചെയ്യുന്നത് വിന്ററിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു കാലത്ത് നമ്മൾ ഈ 3 ലെഗ്ഡ് സ്റ്റൂൾ, നമുക്ക് അധികമൊന്നും മെഡിസിൻസും സിംറ്റംസും ഒന്നും അറിയില്ലാത്ത കാലത്ത് 3 ലെഗ്ഡ് സ്റ്റൂൾ എന്നുള്ളതിൽ മിനിമം 3 ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് നമ്മൾ ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ വയലന്റ് ആയിട്ട് സീസണൽ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ആ സീസൺ എന്നുള്ളത് ഒരു ലെഗ് ആക്കും, മറ്റു 2 പ്രധാനപ്പെട്ട സിംറ്റം ആക്കുക. കാരണം സീസൺ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് അവർ വിന്ററിൽ വന്നു? ഒരു പേഷ്യന്റ് ഒരു വാർഡിന് നല്ലൊരു മഴക്കാലത്താണ് വരുന്നെങ്കിൽ തിങ്ക് അബൌട്ട് ഡെൽ ക്യാമറ. കാരണം എന്തുകൊണ്ട് ഈ വേനൽക്കാലം ഉണ്ട് എത്ര കൊല്ലമായി ചോദിച്ചപ്പോൾ 2 കൊല്ലമായിട്ടുണ്ട്. പിന്നെ എന്തിനും ഇവർ മഴക്കാലത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനോജ് ഡോക്ടറെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല, ഈ സമയത്ത് ഇറ്റ് മേക്സ് സം പ്രോബ്ലം, സം ഇറിറ്റേഷൻ ഇൻ ദ സ്പോട്ട് ഓർ ഇൻ ദർ മൈൻഡ്. അതുകൊണ്ടാണ് അവർ വന്നിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പിന്നെ നമ്മൾ ആ സീസണും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്കിൻ അഗ്രേഷൻ വിന്റർ എന്നുള്ളതിന് പെട്രോളിയത്തിനകത്ത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അലുമിനയിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ഈ ഒരു വിന്റർ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്കിൻ ഡിസീസിനകത്ത് നമ്മൾ ഈ പെട്രോളിയം, അലൂമിനിയാണ്. അതിന് വിന്റർ സമയത്ത് വരുന്ന സ്കിൻ ഡിസീസിനും നിങ്ങൾക്ക് പെട്രോളിയം ഓയിൽമെന്റ് ആയിരിക്കും
ഒരു പക്ഷേ മറ്റ് ഓയിൽമെന്റിനേക്കാൾ ഗുണം ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാല് വിണ്ട് കയറുന്നത് വിന്റർ സീസണിലാണെങ്കിൽ പെട്രോളിയം ആണ് എക്സ്റ്റേണൽ ഓയിൽമെന്റ് ആയിട്ട് നല്ലത്. മറ്റുള്ള സമയത്താണെങ്കിൽ കലണ്ടറിലായിരിക്കും നല്ലത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ അപ്പിയറൻസ് ഓഫ് ദ wound in the feet is exactly look like as if cut by a knife. അല്ലെ, ഒരു കത്തി കൊണ്ട് മുറിച്ച പോലെ ക്ലീൻ കട്ട് ആയിരിക്കും. ക്ലീൻ കട്ട് വൂണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കലണ്ടറിലാന്ന് പറയും. അത് കാണണം, നിങ്ങൾ ക്ലീൻ കട്ട് വൂണ്ടാണെന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ കലണ്ടറിലാന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് അടച്ചിട്ട് ഗ്രാഫൈറ്റിസും അല്ലെങ്കിൽ പെട്രോളിയം ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അത് സീസണും കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് ഈ ഒരു വിന്റർ കാലത്ത് വരുന്ന കാലിലെ വിണ്ട് കയറിൽ നിങ്ങൾ പെട്രോളിയം കൊടുത്താൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ മറ്റൊരു സീസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെട്രോളിയം ഉപകാരപ്പെടണമെന്നില്ല. വിന്ററിലും സമ്മറിലും 3 മാർക്ക് മെഡിസിൻസ് ഉള്ള ആയിട്ടുള്ള ഒരു മെഡിസിൻ നിങ്ങൾക്ക് പിന്നെ ടെൻഡറപ്പട്രിയിൽ ഉണ്ടാവും. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറ് അത് ഫ്ലൂറിക് ആസിഡാണ്. ഫ്ലൂറിക് ആസിഡാണ് വിന്ററിലും സമ്മറിലും 3 മാർക്ക് ആയിട്ടുള്ള മെഡിസിൻ. ഈ ഫ്ലൂറിക് ആസിഡിന്റെ അത്ഭുതത്തെ കുറിച്ച് ലത്തീഫ് സാറ് പറയാറുണ്ട്. സാറ് ഏതോ ഒരു തണുത്ത കാശ്മീരിലോ മറ്റാന്ന് തോന്നുന്നു. അപ്പൊ സാറ് ഇങ്ങനെ പോകുമ്പോൾ പ്രിവെന്റീവ് ആയിട്ട് ഈ ഫ്ലൂറിക് ആസിഡ് സാറ് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുമെങ്കിലും ഇനി സാറ് കഴിക്കുന്ന ഹോമിയോപ്പതി മെഡിസിന്റെ ആണ് എന്നുള്ള ആ മെന്റൽ കോൺഫിഡൻസ് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. സാറ് ഫ്ലൂറിക് ആസിഡ് പ്രിവെന്റീവ് ആയിട്ട് കഴിച്ചിട്ട് ഈ ബാക്കി എല്ലാവരും ഓവർകോട്ട് ഇടുമ്പോൾ സാറ് ഈസി ആയിട്ട് ഷർട്ട് മാത്രം ഇട്ടിട്ട് നടന്നു എന്നൊക്കെ ക്ലാസ്സിൽ നിന്ന് പറയാറുണ്ട്. എന്തായാലും സാറെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ആ സിംറ്റം പിന്നെ ഞാൻ മറക്കാറില്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെയൊക്കെ വലിയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിക് ആസിഡ് ഒക്കെ കരുതാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ. പക്ഷെ അത് കഴിച്ചു എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടും കൂടി ആയിരിക്കാം മറ്റുള്ളവർക്ക് തണുപ്പടിക്കുന്നത് പോലെ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യില്ല. അടുത്തൊരു സിംറ്റം ഒണിക്കോമൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നഖത്തെ ബാധിക്കുന്ന ഫംഗസ് ആണ്. പക്ഷെ ടേം പലപ്പോഴും പല ഡോക്ടർമാരും വിട്ടുപോകും. നഖത്തിന് അവര് പിന്നെ നഖം പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ നൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ നഖത്തിലെ ഫംഗസ് ആയിരിക്കും. ഫംഗസ് ആണെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ നഖം പറിച്ചു കളഞ്ഞാൽ അടുത്ത നഖം വരുമ്പോൾ തന്നെ റുഡിമെന്ററി ആയിട്ട് ഇങ്ങനെ കോറുഗേറ്റഡ് ആയിട്ടൊക്കെ വളഞ്ഞു ചുളിഞ്ഞ് വൃത്തിയില്ലാതെ വന്നുകൊണ്ടിരിക്കും. അതിനാൽ ഏറ്റവും നല്ല മെഡിസിൻസിനകത്ത് ഒന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല, ബ്രിട്ടിൽ നൈറ്റ്സ്, നഖം പൊടിഞ്ഞു പോകും, കട്ടി കൂടിയിട്ട് പൊടിഞ്ഞു പോകും. അത് ഒരു മെഡിസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഡയസ്കോറിയ വില്ലോസയാണ്. നഖം പൊടിയുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ഡയസ്കോറിയ വില്ലോസയാണ്. പക്ഷെ ഡയസ്കോറിയ വില്ലോസ പലപ്പോഴും ഒറ്റ മെഡിസിനാണ് നഖം പൊടിയുന്നു എന്നുള്ള പേരിനകത്ത് അലൻസ്കിന്നുള്ളത്. അത് നമുക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ വിരൽച്ചുറ്റ് ഫെലൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ കുഴിനഖം പോലുള്ള കാലിന് പഴുപ്പിന് അതിന്റെ അതികഠിനമായ വേദനയിൽ നമുക്ക് ഈ ഡയസ്കോറിയ വില്ലോസ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പലപ്പോഴും വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാ വേദനകൾക്കും ഉപകാരപ്പെടും. ഇപ്പൊ നമ്മൾ ഹെപ്പാസൾഫ് ഒരുവിധം പലതരം പെയിനുകൾക്കും നമുക്ക് ഉപകാരപ്പെടും. ഇപ്പൊ കോളോസിന്റ്, മാക്ഫോസ്, അതുപോലെ തന്നെ ഈ ഡയസ്കോറിയ വില്ലോസയും ഒരു നല്ല ഒരു പെയിൻ റെമഡിയാണ്. എന്ന് വെച്ചാൽ ഈ വിരൽ ചുറ്റു പോലെയുള്ള അല്ലെങ്കിൽ നഖത്തിന് വേദന ഉള്ള പോലെ കഠിനമായിട്ടുള്ള വേദനയ്ക്കും അതുപോലെ വയറുവേദനയ്ക്കും നിങ്ങൾക്ക് അറിയാലോ, പിന്നോട്ട് വളഞ്ഞ ഡയസ്കോറിയ പിന്നെ നമ്മൾ പറയും ഡയസ്കോറിയ വില്ലോസ എന്നാണ് മരുന്നിന്റെ ഫുൾ നെയിം. അപ്പൊ ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് വില്ല് പോലെ പുറകോട്ട് ഇങ്ങനെ പിന്നോട്ട് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ വയറുവേദന പിന്നെ കുറയുന്നതാണ് ഡയസ്കോറിയ വില്ലോസിന്റെ സിംറ്റം. ആദ്യം മുന്നോട്ട് കുടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കൊളസിന്റാണ്, അത് നിങ്ങൾക്ക് അറിയാലോ, സി പോലെ ഇരിക്കും മുന്നോട്ട് കുഞ്ഞിട്ട്. അങ്ങനെ വേണമെങ്കിൽ കരുതാവുന്ന ഒരു മരുന്നാണ്. ഈ ബ്രിട്ടിൽ നെയിലിന് മറ്റ് 2 മരുന്നുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആന്റിക്രൂഡും ഗ്രാഫൈറ്റിസും ആണ്. അതിന്റെ കൂടെ തൂജയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ ഈ ചില സിംറ്റംസ് കാണുമ്പോൾ അത് നമുക്ക് ഞാനിത് ചില പിന്നെ അലൻസ്കിനോടിനകത്ത് ചില പ്രത്യേക രീതിയിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ചില സിംറ്റംസ് നമുക്ക് അറിവില്ലായ്മ ഉള്ള സമയത്തെ നമുക്ക് ചിലതൊക്കെ ഭയങ്കര അത്ഭുതകരമായ സിംറ്റംസ് ആയിട്ട് തോന്നും. ഫസ്റ്റ് മോഷൻ അഗ്രിവേഷൻ, ജോയിന്റ് പെയിനകത്ത് ഫസ്റ്റ് മോഷൻ അഗ്രിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യന്റ് വന്നിട്ട് പറയുന്നു, സാറേ എൻ്റെ മുട്ടിന് ഭയങ്കര തേമാനാണ്, മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, മുട്ടിന് നീരുണ്ട്, നല്ല തടിയുള്ള പേഷ്യന്റ് ആണ്, മുട്ടിന് ആദ്യം അനങ്ങാതിരുന്നിട്ട് ഫസ്റ്റ് മോഷൻ അഗ്രിവേഷൻ. ഒട്ടനെ നമ്മൾ കിട്ടിപ്പോയി മെഡിസിൻ നമ്മൾ റെസ്റ്റോക്സ് ആണ് എന്ന് നമ്മൾ ആദ്യം അങ്ങോട്ട് പറയും. അതിൽ കൂടുതൽ മെഡിസിൻ അറിയാവുന്നവർ രണ്ടാമത്തെ മെഡിസിൻ അടുത്ത മെഡിസിൻസ് പറയും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഒരു കോമൺ സിംറ്റം ആണ് ഫസ്റ്റ് മോഷൻ അഗ്രിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് അതിനകത്തുള്ള ആ ജോയിന്റ് സ്പേസിനുള്ളതുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് ഒരിടത്ത് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടാവും.
അപ്പോൾ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ആ സൈനൽ ഫ്ലൂയിഡ് പിന്നെ എല്ലായിടത്തും എത്തിച്ചേരും. അപ്പോൾ അവിടെ ഫസ്റ്റ് മോഷൻ അഗ്രവേഷൻ ആയിരിക്കും. അത് നേരിട്ട് പറയുന്നത് പോലെ ഇതുണ്ടോ കണ്ടിന്യൂഡ് മോഷൻ അമർഡേഷൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഫസ്റ്റ് മെഡിസിൻ റെസ്റ്റോക്സ് ആണ് എന്ന് ചിന്തിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ റെസ്റ്റോക്സ് കൊടുക്കുമ്പോൾ നമുക്ക് അമർഡേഷൻ കിട്ടാറുണ്ട് കേട്ടോ. മുട്ടുവേദനയ്ക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് ഒന്ന് റെസ്റ്റോക്സ് ആണ്, പിന്നെ ആസിഡ് ബെൻസ് ആണ്, പിന്നെ ഗൗട്ടൊക്കെ ആണെങ്കിലും നമുക്ക് കോൾച്ചിക്കം പോലുള്ള മരുന്നുകൾ ഉപകാരപ്പെടും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നോസോഡ് എന്ന് പറഞ്ഞ ഒരു മരുന്നുകളുണ്ട്, അത് ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഈ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു മെഡിസിൻ ഓറമാണ്. ഓറം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസോൾവർ എന്ന് വെച്ചാൽ ബോൺ ഡിസോൾവർ എന്ന രീതിയിൽ കോപ്പിക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഓസ്റ്റിയോഫൈറ്റ്സ് എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിച്ചെടുക്കുന്ന ഓറം മെറ്റ് നല്ല ഒരു മെഡിസിൻസ് ആണ്. അപ്പോൾ ഈ ഓയിൽ ഫസ്റ്റ് മോഷൻ അഗ്രവേഷൻ ഉള്ളതുകൊണ്ട് നമ്മളതിനെ പിന്നെ ഒരു വലിയ കണ്ടുപിടുത്തമായിട്ട് നമ്മൾ പണ്ട് പിന്നെ യൂഫ്രേഷ്യന്റെ മെൻസസ് വന്നല്ലോ, വൺ ഡേ ചില പേഷ്യൻസ് വന്നിട്ട് 1 അവർ കേൾക്കുമ്പോൾ ചാടി എഴുന്നിട്ട് യൂഫ്രേഷ്യ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ഷൻസ് നമുക്ക് കിട്ടാറില്ല. കണ്ടീഷൻ ഏതാണെന്ന് നോക്കണം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദ നീസ് ജോയിൻസിനകത്തൊക്കെ പറഞ്ഞ റെസ്റ്റോക്സ് എപ്പോഴും കണ്ണടച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യരുത്. കാരണം അത് അതിന്റെ ഒരു കോമൺ സിംറ്റം ആണ്. അതുപോലെ തന്നെ നമുക്ക് അത്ഭുതം എന്ന് ചിന്തിക്കുന്ന മറ്റൊരു സിംറ്റം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബേസിക് പത്തോളജി അറിയാത്തതുകൊണ്ടാണ്. ഹിയേഴ്സ് ബെറ്റർ വെൻ നോയ്സ്. ഏതാ മെഡിസിൻസ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന് വെച്ചാൽ ശബ്ദബാഹുല്യം ഉള്ളപ്പോൾ നന്നായി ചെവി കേൾക്കുന്നു. കാറിലോ വാഹനത്തിലോ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മുരളിച്ച ശബ്ദമുള്ളപ്പോൾ എന്ന് വെച്ചാൽ മൊത്തം നോയ്സ് ആണുള്ള സമയത്ത് ട്രെയിനിലൊക്കെ നന്നായിട്ട് ചെവി കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏതാ മെഡിസിൻ? ഗ്രാഫൈറ്റിസ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ അത് കണ്ടിട്ട് ഉടനെ നമ്മൾ ഭയങ്കര സംഭവമായി ഒരു അൺകോമൺ പർട്ടിക്കുലർ സിംറ്റം എന്നൊന്നും കരുതരുത്. ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന കണ്ടീഷന്റെ ഒരു കോമൺ സിംറ്റം ആണ് പിന്നെ ഇപ്പോൾ പറഞ്ഞ ഹിയേഴ്സ് ബെറ്റർ ഇൻ നോയ്സ്. സാർ കലണ്ടല പറഞ്ഞത് ഹിയേഴ്സ് ബെറ്റർ ഇൻ വോയിസിനാണ് അല്ല നോയ്സിനാണെന്ന് കരുതുന്നു. ഇത് വന്നിട്ടുണ്ട്, കലണ്ടല കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ചെവിയിലെ ഈ ഗ്രാഫൈറ്റിസ് നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹിയേഴ്സ് ബെറ്റർ ഇൻ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കുന്ന വെച്ചാൽ അവിടെ ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ ചെവിയിലെ 3 മരുന്ന് അല്ല ഈ എല്ലുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. പിന്നെ മാലിയസ് ഇൻകസ്റ്റേറ്റിസ് എന്നുള്ള 3 എല്ലുകളുണ്ട്. അതിൽ തന്നെ ട്രെയിനിൽ കേൾവി നന്നായിട്ട് കേൾക്കുന്നതിന് മരുന്ന് കലണ്ടല കൂടെ ഉണ്ട് എന്ന് ജയലളിത മാഡം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറിയ എല്ല് എന്ന് പറയുന്നത് സ്റ്റേറ്റിസ് ആണ്. പിന്നെ അലോപ്പതിയിൽ അതിന് ചികിത്സ വെച്ചാൽ സ്റ്റേപ്പഡെക്ടമി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലിനെ മുറിച്ച് പൊട്ടിച്ച് കളയാണ് ചെയ്യാറുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഏറ്റവും ചെറിയ എല്ലിന്റെ മുകളിൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന രീതിയിൽ തിക്കനിങ് വരുന്നു. തിക്കനിങ് വന്നു കഴിഞ്ഞിട്ടാണ് ആ ചെവിയിൽ കണ്ടക്റ്റീവ് ഡെഫ്നെസ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കയറൂല. പക്ഷേ ഇതേപോലെ നിങ്ങൾ സ്കിൻ തിക്കനിങ് ആണെങ്കിൽ നിങ്ങൾ ഗ്രാഫൈറ്റ്സിനെ കുറിച്ച് ആദ്യം ചിന്തിച്ചു എന്ന് വരും, ഇല്ലേ? ആന്റിക്രൂഡ്, ഗ്രാഫൈറ്റ്സ്, സൂച ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നമ്മളൊരു സ്കിൻ തിക്കനിങ് വന്നു കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ തിരിച്ച് ചിന്തിക്കണം. ഒരു തിക്കനിങ് ഇന്നർ ഓർഗൻസിൽ വന്നു കഴിഞ്ഞാലും ഈ ഗ്രാഫൈറ്റിസ് ഉപകാരപ്പെടും. ഞാൻ മുമ്പ് പറയാറുണ്ട്, എൻഡോമെട്രിയൽ തിക്കനിങ്ങിന് ഏറ്റവും നല്ല മരുന്നുകൾ, എസ്പെഷ്യലി എൻഡോമെട്രിയൽ തിക്കനിങ് ഇൻ ക്ലൈമാട്രിക് ഏജ്. ക്ലൈമാട്രിക് മെഡിസിൻസിനകത്ത് പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാലോ, സെപ്പിയ, ലാക്ടേസിസ്, ഗ്രാഫൈറ്റിസ്, ഗ്ലോണൈൻ, ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ് ഏറ്റവും ഉപകാരപ്പെടുക. അപ്പൊ അതിനകത്ത് ഈ കാൽക്കരി കാർബനെ പോലെ തന്നെ തടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരാളാണ് ഈ ഗ്രാഫൈറ്റിസ്. അപ്പൊ ക്ലൈമാട്രിക് എയിൽമെന്റിൽ വരുന്ന ഒരു മെഡിസിനകത്ത് എൻഡോമെട്രിയൽ തിക്കനിങ്, അതുകൊണ്ട് പിന്നെ അവർക്ക് മെൻറേജ്, പ്രൊലോങ്ഡ് പിന്നെ മെൻസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ തിക്കനിങ് എന്നുള്ളത് ഇന്റേണൽ ഓർഗൻസ്, ഇന്റേണൽ സ്കിൻ, ഔട്ടർ സ്കിന്നിന് പോലെ തന്നെയാണ് നമ്മൾ ഇന്റേണൽ സ്കിന്നും ഉണ്ട്. നിങ്ങൾക്കറിയാലോ, പിന്നെ നമ്മുടെ വായ തൊട്ട് ആനസ് വരെയുള്ള സ്കിന്ന് ഒരു ഇന്നർ ലെയർ ഉണ്ടാവും. ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിലൂടെ ഉള്ള എല്ലാ ട്യൂബിന്റെ ഉൾവശത്തുള്ള സ്കിന്നുകളും ഉണ്ടാവും. അവയും കൂടി ഒരു സ്കിന്നായിട്ട് കണക്കാക്കണം. അതുകൊണ്ടാണ് ഔട്ടർ സ്കിന്നിൽ ഒരു ഡിസീസ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നർ സ്കിന്നിലോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വാട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഡഗ്ലേറ്റഡ് വാട്ട് പോലുള്ള സാധനത്തിനകത്ത് നമ്മൾ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സാധനം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനകത്ത് പോയിട്ട് ഇതേപോലെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഒരു യൂട്രസിനുള്ളിൽ, എൻഡോമെട്രിയത്തിനുള്ളിൽ
പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇതേപോലെ പുറമെ ആണെങ്കിൽ നമ്മൾ അതിന് ഒരു സ്കിൻ ടാഗ് എന്ന് പറയും. പക്ഷെ ഇതേ സ്കിൻ ടാഗ് ഇന്നർ ഓർഗനിൽ വന്നാൽ നമ്മൾ സ്കിൻ ടാഗ് എന്ന് പറയാനില്ല, ഉടനെ അതൊരു പോളിപ്പായി അതിന് ക്യാൻസറസ് ഫോർമേഷനുള്ള സാധ്യതകൾ കൂടുന്നു എന്നൊക്കെ ചിന്തിക്കും. ഏത് മെഡിസിനാണ് ഉപയോഗിക്കേണ്ടത്? ഔട്ടർ സ്കിൻ ലെയറിൽ നിങ്ങൾക്ക് ഒരു ഡെർമൽ ലെയറിന് അതേ സിംറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ ഉപയോഗിക്കുന്നോ അതേ മെഡിസിൻ യു ക്യാൻ തിങ്ക് എബൌട്ട്. സിമിലർലി ആ ഒരു ലോജിക്ക് വെച്ചിട്ട് എൻഡോമെട്രിയൽ തിക്കനിങ്ങിന് നിങ്ങൾക്ക് ഗ്രാഫൈറ്റിസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോസ്ക്ലിറോസിസിനകത്ത് നമ്മുടെ നല്ലൊരു മെഡിസിൻ ഈ ഗ്രാഫൈറ്റിസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. മറ്റൊരു സിംറ്റം നമ്മളിപ്പോൾ മിനിയേഴ്സ് ഡിസീസ് എപ്പോഴും നമുക്ക് കിട്ടാറുള്ളതാണ്. മിനിയേഴ്സ് ഡിസീസിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്തു നോക്കുന്ന ഒരു ടെസ്റ്റ്, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിട്ട് നടക്കാൻ പറയാം. കണ്ണടച്ച് നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഇയറിന്റെ ബാലൻസിന്റെ തകരാറുകൾ വന്നിട്ട് ലേബറിന്റെ വെർട്ടിഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ബാലൻസ് തെറ്റിപ്പോകും. നമ്മൾ പണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ, ഈ സൊമാറ്റോ സെൻസറി നെർവസ് സിസ്റ്റത്തിനകത്ത് എക്സാമിനേഷനകത്ത് നെർവസ് സിസ്റ്റം CNS എക്സാമിനേഷനകത്ത് പണ്ട് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു വരയിട്ടിട്ട് ആ വരയ്ക്കടെ പേഷ്യന്റിനോട് കണ്ണ് തുറന്ന് നടക്കാൻ പറയും, പിന്നെ കണ്ണടച്ചിട്ട് നടക്കാൻ പറയും. ആ ഒരു സാധനമാണ് ഈ ടെസ്റ്റിനകത്ത്. അത് ടിപ്പിക്കലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫാളിംഗ് വെൻ ക്ലോസിംഗ് ദ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ അലൂമിന ഒന്ന്, അർജന്റൻ നൈട്രിക്കം മറ്റൊരു മെഡിസിൻ, പിന്നെ ജെൽസീമിൻ നിങ്ങൾക്ക് അറിയാവുന്ന നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു മെഡിസിൻ. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വെർട്ടിഗോയ്ക്ക് നമ്മൾ ഈ അർജന്റൻ നൈട്രിക്കവും അതുപോലെ അലുമിനിയം ഒക്കെ മറന്നു പോകും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക, മറക്കും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പൊ സാധാരണ നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വിഷ്വൽ സിസ്റ്റം, വെസ്റ്റിബുലാർ സിസ്റ്റം, അതുപോലെ പ്രോപ്രിയോസെപ്ഷൻ, ഇത് മൂന്നും കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു സാധ്യത കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സാധ്യതയുള്ള ഒന്ന് നെർവസ് സിസ്റ്റം തകരാറുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് സിസ്റ്റം എന്ന് പറയുന്ന കോക്ലിയന്റെ അഭാഗത്തിനുള്ള തകരാറാണ് എന്നുള്ള ഒരു കാര്യം ഓർമ്മ വരിക. അപ്പം ഈ അലുമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ അലുമിനന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റേ സിംറ്റം ഞാൻ പിന്നെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: കണ്ണ് തുറന്ന് പിടിച്ചല്ലാതെ പകൽ സമയത്ത് പോലും രോഗികൾക്ക് നടക്കാനാവുന്നില്ല, കണ്ണടച്ചാൽ വേച്ചു പോകുന്നു. അതുപോലെ റൂമിൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ബാലൻസ് കിട്ടില്ല, പിന്നെ എവിടെയാണ് പിന്നെ വാതിൽ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന മെഡിസിൻ ഈ അർജന്റൻ നൈട്രിക്കും ജെൽസീമിയാണ്. അപ്പൊ ഇതിനകത്ത് അലുമിനന്റെ കോൺസ്റ്റിപ്പേഷൻ നിങ്ങളൊന്ന് ഓർക്കണം. അലുമിനന്റെ കോൺസ്റ്റിപ്പേഷനകത്ത് മലബന്ധം വളരെ കൂടുതൽ അളവിൽ മലം കുമിഞ്ഞു കൂടിയാൽ മാത്രം മലവിസർജന ആഗ്രഹം തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ വിസർജിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല, നന്നായി മുക്കേണ്ടി വരുന്നു, ക്ലോസറ്റിന്റെ സീറ്റിൽ മുറുകെ പിടിക്കേണ്ടി വരുന്നു, മല ഉറച്ച് കട്ടയായി, പിന്നെ ലോറൽ ബെറി, പുന്നക്കായ എന്ന് പറയുന്ന സാധനമാണ്, പുന്നക്കായ എന്ന് പറയും, അത് ഓരോ നാട്ടിലൊരു ഭാഷ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ലോറൽ ബെറി എന്നും കൂടി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, പോലെ കഫത്തിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ കളിമണ്ണ് പോലെ മൃദുവായി ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ, മലദ്വാരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ്. അത് പ്ലാറ്റിനയ്ക്കും വരും. അപ്പൊ ഇതിനകത്ത് ഈ ക്ലേ ലൈക്ക് സ്റ്റൂൾ എന്നാണ് ശരിക്കും അലുമിനന്റെ സ്റ്റൂളിന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് സ്റ്റൂൾ കൊണ്ടല്ല കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, സോഫ്റ്റ് സ്റ്റൂൾ കൊണ്ടാണ്. ഇത് പലപ്പോഴും സ്ത്രീകളിൽ പ്രായമായ ഈ ക്ലൈമാറ്റിക് ഏജിനകത്തൊക്കെയുള്ള സ്ത്രീകളിൽ കാണുന്ന ഒരു സിംറ്റമാണ്. അവരുടെ കോൺസ്റ്റിപ്പേഷൻ ഹാർഡ് സ്റ്റൂൾ ആണെന്ന് വെച്ചാൽ സ്റ്റൂൾ ഹാർഡല്ല, ബട്ട് ദേ കനോട്ട് എക്സ്പെൽ ദ കണ്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ കൺസിസ്റ്റൻസി ഒരു ക്ലേ ആവുന്നത് കൊണ്ട് റെക്ടൽ ഭാഗത്ത് പെരിസ്റ്റൽസിസ് വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് പുറത്തോട്ട് വരുമെന്ന് പറയാം, ഇത് സാധനം ഉള്ളിലോട്ട് പോകും, അവിടെ നിന്ന് ഞെക്കുമ്പോൾ ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രശ്നമായിരിക്കും. അത് ആനസിലും അഡ്ഹർ ചെയ്തിരിക്കും, അവർക്ക് ആനസ് വൃത്തിയാക്കാൻ വിഷമം വരും. അതുപോലെ ക്ലോസറ്റിലും ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മലാശയ ശേഷിക്കുറവ് എന്നുള്ളതാണ്. മലാശയത്തിന് ബലക്കുറവാണ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മൃദുവായ മലമാണെങ്കിൽ കൂടി നന്നായി മുക്കേണ്ടി വരുന്നു, നമ്മൾ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് അലുമിനന്റെ ഒരു സിംറ്റം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് സാധാരണ കോൺസ്റ്റിപ്പേഷൻ അല്ല, ഈ രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷനിലാണ് അഡൽട്ടുകളിൽ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് ഈ സ്ത്രീകളിൽ, ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിൽ, പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഈ കൂടുതലായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഇതേ രീതിയിലുള്ള സ്റ്റൂളിന്റെ കൺസിസ്റ്റൻസി വരും. മലബന്ധം കുട്ടികളിലെ മലബന്ധമാണ് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. കുട്ടികളിൽ മുല കുടിക്കുന്ന കുട്ടികളിൽ, കൃത്രിമ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരിൽ, കുപ്പിപ്പാൽ കഴിക്കുന്ന കുട്ടികളിൽ, വൃദ്ധജനങ്ങളിൽ, ഗർഭിണികളിൽ മലാശയ ശേഷി കുറവുണ്ടാകുന്ന മലബന്ധത്തിനാണ് നമ്മൾ
ഈ അലുമിനിയം ഉപയോഗിക്കും. അതുപോലെ മൂത്രം ഒഴിക്കണമെങ്കിൽ മലവിസർജനത്തിൽ നിന്ന പോലെ മുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഈ അലുമിനിയന്റെ സിംറ്റം. ഇത് അലൂമിനിയം പോയിസണിങ് കൊണ്ട്, അലൂമിനിയം ടോക്സിസിറ്റി കൊണ്ട് വരാറുണ്ട്. അപ്പൊ എൻ്റെ നാട്ടില് മുമ്പ് ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പൊ ആ വൈദ്യര് അദ്ദേഹം പറയുന്നത് ചില മാറാരോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പൊ കഞ്ഞി വെക്കുന്ന കലം മാറ്റിയാൽ കുറെ രോഗങ്ങൾ മാറുന്നുണ്ട്. കാരണം മുമ്പ് നമ്മൾ മൺകലമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്ക് പല നമ്മുടെ ഡോക്ടർമാരിൽ അമ്മമാരും എല്ലാം ഉള്ളത് കൊണ്ട് അറിയാമല്ലോ. അപ്പൊ മൺകലത്തിൽ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ആ ചോറിന്റെ രുചി വ്യത്യാസവും, ഇന്നിപ്പോ ഭൂരിഭാഗം പേരും അലൂമിനിയ കലത്തിനകത്തും പിന്നെ അലൂമിനിയം കൊണ്ടുള്ള കുക്കറിനകത്തും അതുപോലെ തന്നെ സ്റ്റീൽ കലത്തിലൊക്കെയാണ് കഞ്ഞി വയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തുള്ള ഈ അലൂമിനിയവും അല്ലെ സ്റ്റീലിന്റെ ഇരുമ്പ് മറ്റുള്ള സാധനങ്ങളും എല്ലാം ആണ് നമ്മുടെ ഫുഡിൽ മൈക്രോ രീതിയിലായാലും എത്തിച്ചേരും. യാതൊരു സംശയം വേണ്ടല്ലോ. കാരണം ദീർഘകാലം നമുക്ക് അലൂമിനിയം പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിനുള്ളിൽ കൊറോഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അനുഭവമാണ്, ഏത് രീതിയിലുള്ള അലൂമിനിയം ആയാലും. അപ്പോൾ മൈക്രോ അത്രയും മതി ശരീരത്തിന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പൊ ചിലവരുടെ ബോഡിക്ക്, ഞാൻ നേരത്തെ മൊബൈലിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ചിലവർക്ക് അത് പ്രശ്നം ഉണ്ടാവും. അപ്പൊ എൻ്റെ നാട്ടിൽ ആ വൈദ്യര് പറയുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇതുപോലെ മലത്തിന്റെ കൺസിസ്റ്റൻസി വയറിന് നിത്യ പ്രശ്നമുള്ള ആൾക്കാരോട് പറയുന്ന രീതി എന്ന് വെച്ചാൽ വാഴയിലയിൽ ചോറുണ്ണാനാണ്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിന് പിന്നെ മൺകലത്തിൽ ചോറ് വെച്ചിട്ട് വാഴയിലയിൽ ചോറുണ്ണാം എന്ന് പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് അദ്ദേഹത്തിന് കുറെ നിഷ്ഠകൾ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ വെച്ചാൽ മൺകലത്തിൽ പിന്നെ ചോറുണ്ടാക്കുക, അതുകൊണ്ട് ഇതുപോലെ വാഴയിലയിൽ കഴിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് വാഴയിലേക്കുള്ള ചില ഔഷധ ഗുണങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഈ അലൂമിനിയത്തിന്റെ യൂസേജിന്റെ ഈ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. ഈ ഇലപ്രയോഗങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളെ ഈ പ്രഷർ കൂടിയ ആൾക്കാർക്ക് മുരിങ്ങയില നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. മുരിങ്ങയില തോരൻ വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. അതിന്റെ നാട്ടിൽ ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്ക് കണ്ടിട്ടുള്ളത് വെച്ചാൽ, മുരിങ്ങയില കുറച്ച് പച്ച മുരിങ്ങയില ഈ ചോറിന്റെ പ്ലേറ്റിനകത്ത് വിതറിയിട്ട് അതിന് മുകളിൽ ചോറിട്ടിട്ട് കഴിക്കുന്ന ഒരു രീതി പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് ചിലർ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് എന്തായാലും പിന്നെ മരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ സംവാട്ട് സേഫ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൊണിയത്തിനകത്തെ ഒരു സിംറ്റം, ശരിയാണ്, സംടൈംസ് ഫോർ ക്വസ്റ്റ്യൻസ് എനി എന്ന് ചോദിക്കുന്നുണ്ട്. ഏകദേശം 23 അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. ബാക്കിയുള്ള നിങ്ങളുടെ ഡിസ്കഷൻ സെക്ഷൻ ഇനിയിപ്പോൾ 7 മിനിറ്റിന് അടുത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം പറയാം. എൻ്റെ ക്ലാസ്സുകൾ ഇത് വലിയ കുഴപ്പമില്ല, എങ്ങനെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതുകൊണ്ട് പറയാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും 75 പേര് സന്നിഹിതരായിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി മനോജ് ഡോക്ടർ. എന്തായാലും നല്ല ഒരു ക്ലാസ് നമുക്ക് വീണ്ടും മനോജ് ഡോക്ടറിൽ നിന്ന് ലഭിച്ചു. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ അതോ സാറിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ സംശയങ്ങൾ എന്നുള്ളതൊന്നുമല്ല, നിങ്ങളുടെ അലൻ സ്കിനുമായിട്ടുള്ള എക്സ്പീരിയൻസോ അല്ലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അഭിപ്രായങ്ങൾ പറയാനുള്ളവരെ ഹാൻഡ് റൈസ് ചെയ്ത് തരാം. ഇതിനെപ്പറ്റി ആർക്കും അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തത്? ചാറ്റ് ബോക്സിൽ കുറെ ഘടകങ്ങൾ കിടപ്പുണ്ടല്ലോ മാഡം, അതെന്തെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? നോക്കട്ടെ. ചാറ്റ് ബോക്സില് കലണ്ടില ഓൾസോ ഉണ്ട്. ഇല്ല അല്ലെ, വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വേറൊന്നുമില്ല. എന്തായാലും നല്ലൊരു രീതിയാണ് ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എക്സലന്റ് ബുക്ക് എന്ന് പറഞ്ഞു. ജയലളിത ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ജയലളിത ഡോക്ടർ വായിച്ചു. എനിക്ക് ഡോക്ടറെ ബുക്ക് ഇന്നലെ കിട്ടി, എന്നാലും വായിച്ച്
വായിക്കാനുള്ള സമയം കിട്ടില്ല എന്നല്ലേ? അതുകൊണ്ടാണ് ആ ഞാൻ പിന്നെ പറയാതിരിക്കുന്നത്. ഒരു പുസ്തകത്തെ അതിന്റെ കൂടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് പറയാം. പിന്നെ ഈ അലൻസ് കീനോട്ടിനകത്ത് ബേസ് ചെയ്തിട്ട് ഒരു റെപ്പർട്ടറി ഉണ്ട്. പഴയ പുസ്തകമാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകം റെപ്പർട്ടറി ബേസ്ഡ് ഓൺ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പിന്നെ റെപ്പർട്ടറി ബേസ്ഡ് ഓൺ അലൻസ് കീനോട്ട് ആൻഡ് നാഷസ് ലീഡേഴ്സ്, ഈ ഒരു പുസ്തകമുണ്ട്. അലൻസ് കീനോട്ടിനകത്തെയും അതുപോലെ നാഷിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു റെപ്പർട്ടറിയാണ്. ക്യാപ്റ്റൻ KK സർക്കാരിൻ്റെയാണ്. ഒരു നല്ല ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ അലൻസ് കീനോട്ടിനകത്തുള്ള മുത്തുകളെ വേറെ മാറ്റി വെച്ച് കോർത്ത പോലത്തെ ഒരു സാധനമാണ്. ഞാൻ പറയാറുണ്ട്, നാഷിനെയും അലനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള, കാരണം ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയുന്ന രണ്ട് റൈറ്റേഴ്സാണ് അവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും വാലിഡ് ആണ്. നാഷൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന മെഡിസിൻ കൊടുത്തിട്ട് ഇന്ന കണ്ടീഷൻ ഈ മെഡിസിൻ ഇന്ന പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി, പൊട്ടൻസി മാറ്റി കഴിഞ്ഞാൽ ഞാൻ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ വളരെ ആർജവത്തോടു കൂടി പറയുന്ന ആൾക്കാരാണ് അവരൊക്കെ. നമുക്ക് സലീംകുമാർ ഡോക്ടർ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ജയലളിത ഡോക്ടർ ഉണ്ട്. ആദ്യം സലീംകുമാർ ഡോക്ടർ സംസാരിച്ചിട്ട് ഡോക്ടറെ, നമസ്തേ മറിയാമ്മ സാർ, ഡോക്ടറെ, നമസ്തേ സാർ. സംശയവും അഭിപ്രായവും അല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അനുവാദം തരുമോ? ഉപദ്രവമില്ലാത്ത കാര്യമാണ് പറയാ. അതല്ല, ഞാനീ പറയുന്ന കാര്യം മനോജ് ഡോക്ടർ പറയൂല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ IFPH സംബന്ധിച്ച് IFPH ഏറ്റവും തിളങ്ങുന്ന രണ്ട് മൂന്ന് താരങ്ങളിൽ ഒരാളായിട്ട് നമുക്ക് വീണ് കിട്ടിയ ആളാണ് മനോജ് ഡോക്ടർ. അപ്പൊ അദ്ദേഹത്തോട് തിരിച്ച് നമുക്ക് നന്ദി കാണിക്കാൻ, അല്ലെങ്കിൽ അതിന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അവസരമാണ് ഈ ബുക്ക് വാങ്ങിച്ച് അദ്ദേഹത്തിനെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് സർക്കാർ വരുമാനമുണ്ട്. എങ്കിലും ഇത് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് അദ്ദേഹത്തോട് നന്ദി കാണിക്കാൻ പറ്റും. ഞാനത് നന്ദി കാണിക്കാൻ പറ്റില്ല, ഞാനിത് മലയാളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ത്രില്ലായിരുന്നു. എന്ന് വെച്ചാൽ മലയാളത്തിൽ വായിക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സിന്റെ ആഴത്തിലോട്ട് എത്തുള്ളൂ. എത്ര വന്നാലും മാതൃഭാഷ എന്ന് പറഞ്ഞ സാധനത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഇനി ഡോക്ടറെ പോലെ പലരും ഇനിയിപ്പോൾ ഡോക്ടറിനെ ബോറിക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഒരു കാലത്ത് എൻ്റെ സ്വപ്നം അതാ, ഹോമിയോ കോളേജുകളിൽ മലയാളത്തിൽ ക്ലാസ് എടുക്കുകയും അവർ മലയാളത്തിൽ പേഷ്യൻറ്റോട് സംസാരിച്ചു എടുത്തുന്ന കാലം വരെ നമ്മളുടെ കാലക്കേട് തുടരും. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു മാറ്റത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് നമ്മളും ഇനിയുള്ള ജൂനിയേഴ്സൊക്കെ ഇത് വാങ്ങിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ IFPH മെമ്പേഴ്സ് IFPH ഒരു ആളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് മാനസികമായിട്ട്. ഇക്കാര്യം പറയാൻ മനോജ് ഡോക്ടർ തയ്യാറാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സാർ. ഇതൊരു പുസ്തക പബ്ലിസിറ്റിക്കുള്ള ഒരു വേദിയായിട്ടല്ല. അല്ലല്ല, അത് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, അതെനിക്കറിയാം, ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം. അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ. പിന്നെ ഡോക്ടർ പറഞ്ഞ ബുക്ക് കോഴിക്കോട് ഇവിടെ മെഡിസി ബുക്സിലുണ്ട്. ബുക്സിലുണ്ട്, നമ്മുടെ ഇവരുടെ അടുത്തുണ്ട്. പിന്നെ കോട്ടയത്തുള്ള മധു സാറിന്റെ അവിടെ ഉണ്ട്. അവൈലബിൾ ആണെങ്കിൽ ആ ഭാഗത്തുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കും. ഡോക്ടർ ബോറയ്ക്ക് അവിടെ കിട്ടും ഡോക്ടർ? അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇല്ല മാഡം, ഇപ്പൊ കയ്യിലില്ല, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ അത് പുതിയ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഞാൻ IFPH അറിയുക. കാരണം അത് ഭയങ്കര 1800 പേജ് ഉണ്ട്. അപ്പൊ അതിപ്പോ അവര് പറയുന്ന ഒരു ബുക്കിന് 1800 രൂപയൊക്കെ ആവും. അപ്പൊ അത് ഇപ്പൊ ഫീസിബിൾ അല്ലാതെ ഇറങ്ങിയ കോപ്പികളെല്ലാം വാനിഷ്ഡ് ആണ്, ഇപ്പൊ ഇല്ല. ഡോക്ടറെ, ഈ ഫ്രീ പബ്ലിക്കേഷൻ രീതി പോലെ ആൾക്കാരെ എണ്ണം നോക്കിയിട്ട് ഇറക്കാൻ ആലോചിച്ചൂടെ? DCV ഒക്കെ ചെയ്യണ പോലെ. പക്ഷെ നമുക്ക് എന്നാലേ ഈ പിന്നെ 1800 രൂപ വെച്ചിട്ട് നമുക്ക് 10 പുസ്തകം 18,000 രൂപയായിരുന്നു സാറേ. അപ്പൊ അതാണ് പ്രശ്നം. നമുക്ക് കുറിച്ചായിട്ട് അവർ അടിച്ചു തരുന്നില്ല, അതുകൊണ്ടാണ്. അതല്ല, ആൾക്കാർ നേരത്തെ പൈസ അടക്കുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് അതെ അങ്ങനെയൊക്കെ ആലോചിക്കും സാറേ. ഞാനിപ്പോ ഞങ്ങള് നേരത്തെ അറിഞ്ഞിരുന്നില്ല, ആലോചിക്കണേ. ജയലളിത ഡോക്ടർ മീറ്റ് ചെയ്യാം. ജയലളിത ഡോക്ടർ. ഡോക്ടർ, ഞാൻ ക്ലാസ് കേട്ടു. എന്തായാലും ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കാണത്. കാരണം അതിൻ്റെ അകത്തുനിന്നുള്ള ഇംഗ്ലീഷൊക്കെ കടുകെട്ടി വാക്കുകളാണ്. അതിന്റെ മലയാളമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഡിക്ഷണറി നോക്കി, എന്നാലും ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട്. പക്ഷെ ഇത് നല്ലൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി
എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനോജ് ഡോക്ടർ. ഒരു ബിഗ് സല്യൂട്ട്. അതൊന്ന് ക്യാപ്സൂളാക്കി തന്നതിന് ഒത്തിരി നന്ദി. ഞാൻ വാങ്ങിച്ചു. നല്ല ബുക്കാണ്. ഓക്കെ, ഞാനതൊന്ന് പറയാൻ താങ്ക് യു സെറ്റ് മാഡം. ആയിരുന്നു. താങ്ക് യു താങ്ക് യു മാഡം. ഡോക്ടറെ. എനിക്ക് പനിയായിരുന്നു കുറെ ദിവസം. അങ്ങോട്ട് CRP ഒക്കെ കൂടി, പിന്നെ ESRും കൂടി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലോട്ട് പോയി. അതുകൊണ്ടാണ് കുറെ ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായില്ല. അത് ഒരു ഒപ്പിയം ദിവസം ഇറങ്ങിയും പോയി. ഒപ്പിയം ഒറ്റ ഡോസ് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസമായി. എപ്പോഴും ഓക്കെ ഉറങ്ങണം എന്നുള്ള ഓക്കെ. ചിന്തയായിരുന്നു എനിക്ക്. എന്തായാലും ആ ആ CRP 40 ഉണ്ടായിരുന്നത് ഒരൊറ്റ ഒപ്പിയം ഡോസ് കൊണ്ട് തന്നെ നല്ല ആശ്വാസമായി. ഏത് പൊട്ടൻസിയാ കഴിച്ചത് ഡോക്ടറെ? ഞാൻ 1 ഒരു ഡോസ് എടുത്തുള്ളൂ. അപ്പൊ ജയ് അതാണ് ഹോമിയോപ്പതി. അതാണ് ആ ഒരു സിംറ്റത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നുള്ളത്. അപ്പൊ മനോജ് ഡോക്ടറിന് ഒരുപാട് നന്ദി. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. എന്തായാലും നല്ലൊരു ബുക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു മാഡം. താങ്ക് യു. ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് കൂടെ വന്ന് സോയപ്പൻ ഡോക്ടർ ഹെപ്പാസൽഫ് സെമി പാരസിസ് ബ്ലാഡർ. അതെ സെമി പാരസഫ് ബ്ലാഡർ നമുക്ക് കണക്കാക്കാം. തീർച്ചയായും. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ജയചന്ദ്രൻ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തോളൂ. ഡോക്ടറെ, ഞാൻ ചോദിക്കാൻ വന്നത് ഈ മൊബൈൽ ഫോൺ മാഫിയ ഇപ്പോൾ കുട്ടികളുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് ഡോക്ടർ ഒരു ഡ്രഗ് പറഞ്ഞ അതിന്റെ ഡോസ് ആൻഡ് റെപ്പറ്റീഷനെ പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എത്ര നാൾ കൊടുക്കണം? അതല്ല, ഒന്ന് ഞാൻ പറഞ്ഞ ഹെപ്പാസൽ അല്ല, ഐ മീൻ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 30 എന്ന് പറയുന്ന മെഡിസിൻ അവൈലബിൾ ആണ്. മൊബൈൽ ഫോൺ 13 200 അവൈലബിൾ ആണ്. സെന്റ് ജോർജ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ വെച്ചാല് ഇതിന്റെ ബാഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണല്ലോ. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ബാഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടികള് അതിന്റെ വിഡ്രോൾ സിംറ്റംസ്, ഇപ്പൊ ആൽക്കഹോൾ വിഡ്രോൾ സിംറ്റംസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് ട്രംബ്ലിംഗ് ഒക്കെ ആണെങ്കിൽ ഈ മൊബൈൽ ഫോൺ കുട്ടികളിൽ നിന്ന് തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണ്, കുട്ടികൾ ഭയങ്കര വാശി പിടിക്കുന്നു, സാധനം എടുത്ത് വലിച്ചെറിയുന്നു, പിന്നെ അങ്ങനെയൊക്കെ. ഇതിന് ഇപ്പൊ ഓരോ ഡ്രഗിന് വിഡ്രോൾ സിംറ്റംസ് വ്യത്യസ്തമാണല്ലോ. അപ്പൊ ആൽക്കഹോൾ കഴിച്ച് കഴിഞ്ഞാൽ വിഡ്രോൾ സിംറ്റം ആണെങ്കിൽ ട്രമർ ആണ് വരിക, അല്ലെങ്കിൽ മറ്റുള്ള സിംറ്റംസ് വരുമല്ലോ. അതേസമയം പെത്തഡീനോ അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ അല്ല, അതിന് വേറെ തലകറക്കം വരിക, തലവേദന വരിക. ഇപ്പൊ ചായ കുടിക്കായിരുന്നു നമുക്ക് തലവേദനയാണ് അതിന് വിഡ്രോൾ സിംറ്റംസ് വരിക. പക്ഷേ ഈ മൊബൈൽ ഫോൺ കുട്ടികളോട്ട് മാറി എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇതേ സിംറ്റം, റെസ്റ്റ്ലെസ്നെസ്സും, അപ്പൊ പിന്നെ സാധനങ്ങളിൽ വാശി ഉണ്ടാവും, എടുത്തറിയാം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഇത് ഫോൺ മേടിച്ചതാണെന്ന് വിചാരിക്കും. ഇതിന്റെ വിഡ്രോൾ സിംറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു വിഡ്രോൾ സിംറ്റംസും കൂടി നമുക്ക് കണക്കാക്കാൻ വേണ്ടി വന്നില്ല. അപ്പൊ മൊബൈൽ ഫോൺ എന്നുള്ള ആ പൊട്ടൻസി അത് പിന്നെ അതിനകത്ത് ഏകദേശം 8 അത് പിന്നെ ഇവര് സെന്റ് ജോർജ് പുതുതായിട്ട് ഉണ്ടാക്കിയ മെഡിസിൻ ഒന്നും അല്ല കേട്ടോ. പല ആൾക്കാരും പറയാറുണ്ട് പിന്നെ എന്ത് ചോദിച്ചാലും കിട്ടുന്നത്. അങ്ങനെയൊന്നുമല്ല. കാരണം അത് റെപ്പർട്ടറി പ്രൂവ് ചെയ്താണ്. എൻ്റെ അടുത്ത് എൻ്റെ മെറ്റീരിയൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 8ആണോ 32ആണോ അത്രയും വ്യത്യസ്ത ഫോണുകളുടെ റേഡിയേഷൻസ് ഒന്നിച്ച് ചേർത്തിട്ടാണ് അവർ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇന്റർകറന്റ് വിശ്വസിക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ്. പിന്നെ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാൽ പിന്നെ ഡി അഡിക്ഷൻ. ഇപ്പൊ ഞങ്ങൾക്ക് സർക്കാർ വകുപ്പിൽ പുനർജനി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, സാറിന് അറിയാമായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് അഡിക്ഷൻ സെന്റർ ആണ് അത് പ്രധാനമായിട്ട്. അപ്പൊ അവിടെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുവരും. ഈ മൊബൈൽ അഡിക്ഷൻ ആണെന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനകത്ത് നമ്മൾ ഡി അഡിക്ഷന്റെ മെഡിസിൻസ് തന്നെയാണ് കൊടുക്കുക. നെക്സോമിക് ഇറിറ്റേഷൻ നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡിക്ഷന്റെ വിഡ്രോൾ സിംറ്റംസ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുത്ത്. അപ്പൊ ആ കുട്ടികളുടെ പിന്നെ ഇറിറ്റബിലിറ്റി ഉണ്ടാവും, പിന്നെ ഉറക്കമില്ലായ്മ ഉണ്ടാവും, രാത്രിയും കൂടി ഈ പിച്ചുമയും പറയുന്നുണ്ടാവും. അപ്പൊ ആ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈവൻ നെക്സോമിക്ക അടക്കമുള്ള മെഡിസിൻസ്, നെക്സോമിക്ക, സ്ട്രമോണിയം, ഞാൻ നേരത്തെ പറഞ്ഞ കോണിയത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ഫിസിക്കൽ സിംറ്റംസ് ആണ്, ഐസ്ട്രെയിനും മറ്റുള്ള കാര്യങ്ങളും. പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോ ഒരു മെഡിസിനും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ തലമുറ, എൻ്റെ സാറിന്റെ ഒക്കെ തലമുറ കഴിഞ്ഞപ്പോൾ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ അതിന്റെ ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ വരുന്നതിന്റെ തൊട്ട് താഴെയുള്ളത് നമ്മൾ മഞ്ച് അഡിക്ഷൻ ആയിരുന്നു. കുട്ടികൾ ജനിച്ച ഉടനെ അമ്മ എന്ന് പറയുന്നതിന് മുമ്പ് മഞ്ച് എന്ന് പറയായിരുന്നു. ഇപ്പൊ മഞ്ചിന്റെ ബ്രാൻഡ് മാറി ഇപ്പൊ ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റം 30 എന്ന് പറഞ്ഞ ചോക്ലേറ്റം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ചോക്ലേറ്റം ഈ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വിതിൻ അവേഴ്സ് അല്ല, വിതിൻ അവേഴ്സ് എന്നല്ല, വിതിൻ ഒരു 10 മിനിറ്റ്സ് പെട്ടെന്ന് ഈ കുട്ടികൾ ഓടിച്ചാടി തുള്ളിച്ചാടി കളിക്കാറുണ്ട്. നമ്മളാരും അറിയില്ല. നിങ്ങൾ ഇനി കൊടുത്തു നോക്കിയാൽ മതി. ഇവിടെ കേൾക്കുന്ന എല്ലാ ഡോക്ടർമാരും ശ്രദ്ധിച്ചാൽ മതി. ചോക്ലേറ്റ് സ്വീറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ അതിന്റെ ആക്ഷൻ കാണിക്കും. എന്ന് വെച്ചാൽ കുട്ടികൾ എലേറ്റഡ് ആവും, ഭയങ്കര സന്തോഷം, ഓടിച്ചാടി കളിക്കാറുണ്ട്. നമ്മൾ ഈ കോഫിയൊക്കെ കഴിക്കുന്ന പോലെ. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും
ഭയങ്കര ഓവർ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു പിന്നെ സിംറ്റമായിട്ട് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എലേഷൻ ആയിട്ട് നമുക്ക് തോന്നൂല. അപ്പൊ ഈ ചോക്ലേറ്റ് അഡിക്ഷൻ ആയിട്ട് വരുന്ന കുട്ടികളുടെ അകത്ത് നമുക്ക് ഈ ചോക്ലേറ്റം എന്ന് പറയുന്ന മെഡിസിൻസ് അവൈലബിൾ ആണ്. അതും ഞാൻ ഉപയോഗിക്കുന്നത് 30 or 200 ആണ്. ഈ കുട്ടികൾക്ക് ഈ പിന്നെ ക്രേവിംഗ് ഫോർ ചോക്ലേറ്റ്സ് എന്നുണ്ട്, സ്വീറ്റ്സ് അല്ല. പഴയ കാലത്താണ് നമ്മൾ സ്വീറ്റ്സ് എന്നൊക്കെ പറഞ്ഞത്, അവിടെ നമ്മൾ ഷുഗർ ക്രേവിംഗ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ആണ് അഡിക്ഷൻ ഉപയോഗിക്കുക. അപ്പൊ സാധാരണ ഈ അഡിക്ഷൻ ഉപയോഗിക്കുന്ന മെഡിസിൻസും അതിന്റെ കൂടെ പിന്നെ ഈ ഒരു മാനിയാക്കൽ അഡിക്ഷൻ ആയിട്ട് പിന്നെ ഓട്ടിസത്തെ കുറിച്ച് നമുക്ക് വേറെ ദിവസം പറയാം സാറേ, വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ വെച്ചാല് ഈ മോണോമാനിയ എന്ന് പറഞ്ഞ റെപ്പർട്ടറി റൂബ്രിക് ഉണ്ട്. മോണോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഗിൾ കണ്ടീഷനോടുള്ള മാനിയാണ്, ഒരു പ്രത്യേക ഒറ്റ കണ്ടീഷനോടുള്ള മാനിയാണ്. റെപ്പർട്ടറിയിൽ അതാ നോക്കുക, മോണോമാനിയ നോക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പൊ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് അവർക്ക് മോഷണം ആ ശീലം മാത്രമേ അവർക്ക് അഡിക്ഷൻ ഉള്ളൂ, വേറെ ഒരു സാധനത്തിനോട് അഡിക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഈ സിംഗിൾ നമ്മൾ വൺ സൈഡ് ഡിസീസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സിംഗിൾ പിന്നെ ആയിട്ടുള്ള ചില ഒബ്ജക്റ്റുകളോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സാധനം വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റെപ്പർട്ടറിയിൽ പിന്നെ മൈൻഡ് റൂബ്രിക്സ്, അത് മോണോമാനിയ എന്ന് പറഞ്ഞ കുറച്ച് മെഡിസിൻസ് വരും. അപ്പൊ ആ മെഡിസിൻസ് ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക. പിന്നെ സാധാരണ ബാക്കിയുള്ളവരുടെ വിഡ്രോൾ സിംറ്റംസ് എന്തൊക്കെ എന്ന് ചോദിക്കുക. ഇത് എറിയുന്ന കുട്ടികളാണ് നമുക്കറിയാലോ. ഞാൻ ഡി അഡിക്ഷൻ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അറിയാം, ഈ കുടിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ പ്രകൃതപര കാണിക്കുന്നു നോക്കിയാണ് മെഡിസിൻ കൊടുക്കുക. കാരണം കുറേ മെഡിസിൻസ് ഉണ്ട്. വെള്ളടിച്ച കരയുന്ന ആൾക്കാരുണ്ട്, അല്ലെ വെള്ളടിച്ച് ചിരിക്കുന്നവരുണ്ട്, വെള്ളടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നവരുണ്ട്, ഗട്ടിനും വാങ്ങുന്ന കുടുംബക്കാരുടെ തെറി പറയുന്നത്, ഓരോന്നും ഓരോ മെഡിസിനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ അതിന് വിഡ്രോൾ സിംറ്റംസ് എങ്ങനെ വരും, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ഫോൺ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്തെല്ലാം വികൃതി കാണിക്കുന്നു എന്നതിനനുസരിച്ച് ഇപ്പൊ എടുത്ത് എറിയാന്ന് വിചാരിക്കുക, ഫോൺ എടുത്ത് കിട്ടുന്ന സാധനം മൊബൈലിൽ എടുത്ത് എറിയുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റാഫ്സാഗ്രിയ, സ്ട്രമോണിയം പോലുള്ള സാധനം ചിലപ്പോൾ കടിക്കലായിരിക്കും, പിടിക്കലായിരിക്കും. ഇതിനൊക്കെ ഓരോന്നിനും നോക്കിയിട്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അഡിക്ഷനും മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ ബിഹേവിയർ മോഡിഫിക്കേഷൻസ്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. കുറച്ച് സൈക്കോളജിക്കൽ ടെക്നിക്കും കൂടി വേണം. അല്ല, ചില ഇപ്പൊ പത്രത്തിലൊക്കെ കുട്ടികൾ ഈ ഫോൺ കൊടുക്കാതെ വരുമ്പോ കുട്ടികൾ സൂയിസൈഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വരുന്നുണ്ടല്ലോ, പേടി. അതെ 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 നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്ലസ് ഇതിന്റെ മെഡിസിൻ മാനേജ്മെന്റ് നമുക്ക് അഡിക്ഷൻ മാറ്റാൻ പറ്റും. അഡിക്ഷൻ ഉള്ള മെഡിസിൻ ആണ് അവിടെ വരിക. അഡിക്റ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത് തന്നെ അഡിക്റ്റീവ് ടെൻഡൻസീസ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ പറഞ്ഞ് വേഗം നിർത്താം. ചിലർക്ക് പിന്നെ കള്ളുകൂടി നിർത്താൻ വേണ്ടിയിട്ട് ധ്യാനത്തിനും ഉണ്ടാവും. ലാസ്റ്റ് അവൻ കള്ളുകൂടി നിർത്തും, പിന്നെ അടുത്ത അഡിക്ഷൻ ധ്യാനമായിരിക്കും. കണ്ടിട്ടില്ല? അപ്പൊ ഏതെങ്കിലും അത് ഈ അഡിക്റ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നത് അവൻ ഒന്നിന്ന് മാറ്റി ഏതൊരു സിനിമയിലെ ശ്രീനിവാസൻ ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന പോലെയാണ്. അവൻ മറ്റൊരു മാറ്റി പിന്നെ ശബരിമലയാവും അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ സാർ, മേഡം സമയം പോയി വളരെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സാറിന്റെ ചോദ്യത്തിന് നന്ദി. നമുക്ക് മറ്റൊരു ഡിസ്കസ് ചെയ്യാം. അല്ല ഡോക്ടർ, ഈ അഡിക്ഷൻ തന്നെ ഒന്ന് എടുക്കണം ഡോക്ടറെ. അതെ അതെ, അഡിക്ഷൻ വളരെ രസമുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ സൈക്കോളജി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം, ഞാൻ ചെയ്യുന്ന വിഷയം ആയതുകൊണ്ടാണ് അഡിക്ഷൻസ് ഭയങ്കര രസമാണ്. ഓക്കെ മേഡം, നമുക്ക് പിന്നെ ഒരിക്കൽ സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടർ സാറിന് നന്ദി പറയണേ. മനോജ് ഡോക്ടർക്ക്. അയ്യോ മനോജ് ഡോക്ടറെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ നമ്മളെ പഠിപ്പിക്കാൻ വേണമായിരുന്നു. മനസ്സിൽ പതിയുന്ന അന്ന് ഡോക്ടർ വേണമായിരുന്നു. എന്നോട് കൂടുതലുള്ളവർ പറയാ, ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മറ്റേ മണിക്ക് എത്ര നന്നായിട്ട് പഠിക്കാമായിരുന്നു. അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നു, നമ്മള് കുറെ കൂടെ മിടുക്കന്മാരായിരുന്നേ. എന്തായാലും മനസ്സിൽ പതിയുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ ഇവിടെ പ്രസന്റ് ചെയ്തത്. അതിന് എത്ര കേട്ടാലും മതിയാവില്ല. ഇനിയും വന്ന് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു തരണമെന്നുള്ള ഒരു താഴ്മയുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഡോക്ടറിൻ്റെ അടുത്ത ക്ലാസ്സിന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ, എൻ്റെ പേരിലും എൻ്റെ സംഘാടകരുടെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഡോക്ടർക്ക് ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് നടന്നത്. ഇനിയും ഡോക്ടർ ഇതുപോലെ ഇതിന്റെ ബാക്കിയായിട്ടും അഡിക്ഷന്റെ ക്ലാസ്സുകൾ, ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഡോക്ടറുടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. കാരണം ഒരിക്കലും മറക്കാത്ത ക്ലാസ്സുകളാണ് ഡോക്ടർ ഞങ്ങൾക്ക് തരുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1567
പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. സെക്രട്ടറി